യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, മഹത്വം. എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എല്ലാ എല്ലാ നാവും സർവലോകവും യേശുനാമമുയർത്തിടുമേ. ബഹുമാനവും സ്തുതിസ്തോത്രവും സ്തുതിസ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശുയോഗ്യൻ. എല്ലാ നാവും സർവലോകവും യേശുനാമമുയർത്തിടുമേ. ബഹുമാനവും സ്തുതിസ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശുയോഗ്യൻ. എൻ്റെ യേശുവെ പോലാരുമില്ല, എൻ്റെ പ്രിയനെ പോലാരുമില്ല. എൻ്റെ യേശുവെ പോലെ, യേശുവെ പോലാരുമില്ല, എൻ്റെ പ്രിയനെ പോലാരുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം, പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു മാത്രം എല്ലാ സ്തുതികൾക്കും
ഹല്ലേലൂയ. യോഗ്യൻ കർത്താവ് മാത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രിയവനെ പോൽ യോഗ്യനായ വേറെ ആരുമില്ല. ഹല്ലേലൂയ. എത്ര നമ്മൾ തപ്പി നോക്കിയാലും ഹല്ലേലൂയ യേശുവിനെ പോലെ മറ്റാരുമില്ല. 10,000-ങ്ങളിൽ ഹല്ലേലൂയ കർത്താവാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ട്, ഏറ്റവും അതിസുന്ദരനായിട്ട്. ഹല്ലേലൂയ. ആ ഗോഡ് ഇസ് ഓൾ ടുഗെദർ ലവ്ലി. ആ കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു കടന്നു വന്നത് സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, കർത്താവ് യേശു പാപശാപ നാശക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സാത്താൻ വന്നത് കൊല്ലുവാനും തകർക്കുവാനും ഹല്ലേലൂയ കൊല ചെയ്യുവാനുമാണെങ്കിൽ ഹല്ലേലൂയ കർത്താവ് വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധമായ ജീവൻ നൽകുവാനാണ്. ഹല്ലേലൂയ കർത്താവായ യേശു വന്നത്. ഹല്ലേലൂയ. സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് നമ്മുടെ കർത്താവായ യേശു വെളിപ്പെട്ടത്. ആ കർത്താവിനെ നമുക്ക് പാടി ഹല്ലേലൂയ മഹത്വം കൊടുക്കാം. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമുക്ക് കർത്താവിന് കൊടുക്കേണ്ട മഹത്വം ഹല്ലേലൂയ. സ്തോത്രം. ദ ഗ്ലോറി ദറ്റ് ഇസ് ഡ്യൂ ടു ഹിസ് നെയിം നമുക്ക് കർത്താവിന് കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ, കിങ്ഡം ട്രംപറ്റേഴ്സിൻ്റെ മിനിസ്ട്രീസിൻ്റെ നാമത്തിലും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായോനേ നീ പരിശുദ്ധൻ, സ്തുതിക്ക് യോഗ്യനായോനേ നീ പരിശുദ്ധൻ, എന്നേക്കും വാഴുന്നവനേ അങ്ങെപ്പോൽ ആരുമില്ല. രാജാക്കന്മാരിലും ദേവന്മാരായിലും ഉന്നതൻ അത്യുന്നതൻ നീയേ. രാജാക്കന്മാരിലും ദേവന്മാരാരിലും ഉന്നതൻ അത്യുന്നതൻ നീയേ. നീയെന്നും പരിശുദ്ധൻ, നീയെന്നും സർവശക്തനേ, നീയെന്നും യോഗ്യനായോനേ യേശുവേ. നീയെന്നും പരിശുദ്ധൻ, നീയെന്നും സർവശക്തനേ, നീയെന്നും യോഗ്യനായോനേ യേശുവേ. നീ പരിശുദ്ധൻ, മാറ്റം വരാത്തവനേ നീ പരിശുദ്ധൻ, രക്ഷയിലോർത്തവനേ നീ പരിശുദ്ധൻ, മാറ്റം വരാത്തവനേ നീ പരിശുദ്ധൻ, എന്നേക്കും വാഴുന്നവനേ അങ്ങെപ്പോലെ ആരുമില്ല. രാജാക്കന്മാരിലും ദേവന്മാരായിലും ഉന്നതൻ അത്യുന്നതൻ നീയേ. പാടാം. രാജാക്കന്മാരിലും ദേവന്മാരാരിലും ഉന്നതൻ അത്യുന്നതൻ ഉന്നതൻ നീയേ. നീയെന്നും പരിശുദ്ധൻ, ഒരുമിച്ച് പാടാം. നീയെന്നും സർവശക്തനേ, എന്നും യോഗ്യനായോനേ യേശുവേ. നീയെന്നും പരിശുദ്ധൻ, പരിശുദ്ധൻ, നീയെന്നും സർവശക്തൻ, നീയെന്നും സർവശക്തനേ, നീയെന്നും യോഗ്യനായോനേ യേശുവേ.
പരിശുദ്ധൻ നീ എന്നും സർവശക്തൻ നീ എന്നും യോഗ്യനായുന്നേ യേശുവേ നീ എന്നും പരിശുദ്ധനാണ് പരിശുദ്ധൻ നീ എന്നും സർവശക്തൻ നീ എന്നും യോഗ്യനാണ് യേശുവേ ഉന്നതൻ അത്യുന്നതൻ നീയേ രാജാക്കന്മാരിലും ദേവന്മാരിലും ദേവന്മാരാരിലും ഉന്നതൻ അത്യുന്നതൻ നീയേ എന്നും പരിശുദ്ധൻ നീ എന്നും സർവശക്തൻ എന്നും യോഗ്യനായുന്നേ യേശുവേ അതെന്ന് പാടാം എന്നും സർവശക്തൻ എന്നും പരിശുദ്ധൻ നീ എന്നും സർവശക്തൻ എന്നും യോഗ്യനായുന്നേ യേശുവേ പരിശുദ്ധൻ നീ എന്നും സർവശക്തൻ എന്നും യോഗ്യനായുന്നേ യേശുവേ എന്നും പരിശുദ്ധൻ നീ എന്നും സർവശക്തൻ എന്നും യോഗ്യനായുന്നേ. സമയം ഏമൻ ഹാലേലൂയ നമുക്ക് ഏമൻ ഹാലേലൂയ പ്രാർത്ഥനയെ പറ്റി ഏമൻ ഹാലേലൂയ ധ്യാനിക്കാം. ഏമൻ ഹാലേലൂയ നമുക്ക് ലൂക്കോസ് 11 1-4 വരെ നമുക്ക് ഇങ്ങനെ വായിക്കാം. ശിഷ്യന്മാരെ കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഏമൻ ഹാലേലൂയ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഏമൻ ഹാലേലൂയ എന്തുകൊണ്ടായിരിക്കും ഏമൻ ഹാലേലൂയ അവർ കാണുന്നത് ഏമൻ ഹാലേലൂയ അതിരാവിലെ കർത്താവ് പോയി പ്രാർത്ഥിക്കുന്നതും ഏമൻ ഹാലേലൂയ പിന്നെ ആ ദിവസം മുഴുവനും ആമേൻ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ആമേനായുള്ള മിറക്കിൾസ് ഏമൻ ഹാലേലൂയ കർത്താവ് വഴി ഏമൻ അനേകർ സൗഖ്യമാകുന്നതും ഭൂതങ്ങൾ പുറത്തു വരുന്നതും ഏമൻ ഹാലേലൂയ അവർ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഏമൻ മിറക്കിൾസ് ഏമൻ ഹാലേലൂയ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടായിരിക്കണം ഏമൻ ഹാലേലൂയ ഹാലേലൂയ ആ യുണീക്നെസ് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ശക്തി ഏമൻ കർത്താവിന് മേൽ വ്യാപരിക്കുന്നത് കണ്ടുകൊണ്ട് ഏമൻ ഹാലേലൂയ ശിഷ്യന്മാർ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വീണ്ടും വചനത്തിൽ പറയുന്നുണ്ട് ഏമൻ ഹാലേലൂയ ലൂക്കോസിന്റെ 18:1 ഏമൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഏമൻ ഹാലേലൂയ ഓൾ മെൻ ഓട്ട് ടു പ്രേ എന്നാണ് വചനം പറയുന്നത്. വീണ്ടും തെസ്സലോനിയർ 5 നമുക്ക് വായിക്കാം ഏമൻ നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഏമൻ ഹാലേലൂയ അതെന്താണ് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ? അതെങ്ങനെ പറ്റും? ഏമൻ ഹാലേലൂയ നമ്മൾ എടുക്കുന്ന ഓരോരോ ഡിസിഷൻ, നമ്മൾ എടുക്കുന്ന ഓരോരോ സ്റ്റെപ്പ്, ഏമൻ ഹാലേലൂയ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോരോ ടെസ്റ്റ്, നമ്മൾ ജീവിതത്തിൽ വരുന്ന ഓരോരോ ടെംപ്റ്റേഷൻ, ഒരു ദിവസം നമ്മൾ ഇതെല്ലാം കടന്നു പോകുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് ഇതെല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കണം. ഏമൻ ഹാലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിനായി നമ്മുടെ ഓരോരോ സ്റ്റെപ്പും ഏമൻ ഹാലേലൂയ പരിശുദ്ധാത്മാവ് തന്നെ ലീഡ് ചെയ്യാൻ നമ്മളെ പൂർണ്ണമായി ഏൽപ്പിക്കണം. ഏമൻ ഹാലേലൂയ ഹാലേലൂയ ഏമൻ ഹാലേലൂയ ഒരിക്കൽ ഏമൻ ഹാലേലൂയ നടന്ന ഒരു സംഭവമാണ്, ഞാൻ വായിച്ച ഒരു സാക്ഷ്യമാണ്. ഏമൻ ഹാലേലൂയ ഒരമ്മയ്ക്ക് ഏമൻ ഹാലേലൂയ മകൾക്ക് ഒരു പിയാനോ മേടിച്ചു കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഏമൻ ഹാലേലൂയ ആ കുഞ്ഞ് സ്കൂളിൽ വെച്ച് പിയാനോ പഠിച്ചാണ്. പക്ഷെ അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അവർക്ക് ഏമൻ ഡ്രീം ചെയ്യാൻ പോലും പറ്റത്തില്ല ഒരു പിയാനോ. ഏമൻ ഹാലേലൂയ അതുകൊണ്ട് ആ സ്വപ്നം അവർ മാറ്റി വെച്ചു. ഏമൻ ഹാലേലൂയ ആ കുഞ്ഞിനെ ചേർച്ചിലൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ കൂടുതൽ ആഗ്രഹിച്ചത്. ഏമൻ ഹാലേലൂയ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏമൻ ദേവദാസൻ ജോർജ് മുള്ളറിന്റെ ഏമൻ സാക്ഷ്യം അവർ വായിക്കുന്നത്. ഏമൻ ഹാലേലൂയ അതവരിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു. ഏമൻ ഹാലേലൂയ അവരും ഒരു പേപ്പറിൽ ഈ ആവശ്യം എഴുതിയിട്ടു, ഏത് കളറിലെ പിയാനോ വേണം, ഏമൻ എത്ര സൈസിലെ ആയിരിക്കണം, ബിക്കോസ് അവർ ആ ചെറിയ ഭവനത്തില് ആ പിയാനോ ഒന്ന് ഫിറ്റ് ആവണം. ഏമൻ ഹാലേലൂയ അതിനെ ഏൽപ്പിച്ച് ആരോടും പറഞ്ഞില്ല ഈ ആവശ്യം. 2 മാസം അവർ എല്ലാ ദിവസവും ഇടപെടാതെ ദൈവസന്നിധിയിൽ അത് ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. ഏമൻ ഹാലേലൂയ ഹാലേലൂയ അവർക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. 2 മാസത്തിന് ശേഷം അവര് ഫ്രണ്ടിനെ കണ്ടിട്ടില്ല, വേറൊരു സിറ്റിയിലാണ് താമസിക്കുന്നത്. അവരൊരിക്കൽ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ വീട്ടിൽ ഒരു പിയാനോ ഇരിപ്പുണ്ട്, അവർ വീട് മാറുകയാണ്, ആ പിയാനോ ആരെങ്കിലും വേണമെങ്കിൽ ഏമൻ ഹാലേലൂയ കൊടുക്കാൻ അവർ റെഡിയാണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. ഏമൻ ഹാലേലൂയ അപ്പൊ വീണ്ടും അവർ പറഞ്ഞു
പറഞ്ഞു, നിന്റെ മകള് പിയാനോ വായിക്കത്തില്ലേ, നിനക്ക് വേണമെങ്കിൽ നീ അത് എടുത്തോ, ഞാൻ അങ്ങോട്ട് ഡെലിവറി ചെയ്ത് തരാമെന്ന്. ആമേൻ ഹാലേലൂയ. അങ്ങനെ ഭവനത്തിലേക്ക് ഡെലിവറി ചെയ്ത് വന്നു. ആമേൻ ഹാലേലൂയ. അവരിങ്ങനെയാണ് സാക്ഷ്യത്തിൽ എഴുതിയത്. അവര് അത് വന്ന സമയം ആമേൻ ഹാലേലൂയ അത് മെഷർ ചെയ്ത് നോക്കി. ആമേൻ ഹാലേലൂയ. അവർ എത്ര സെന്റിമീറ്റേഴ്സ് അതിനകത്ത് എഴുതിയിരുന്നോ, ഒരു ആമേൻ സെന്റിമീറ്റർ മുന്നോട്ടും പുറമോട്ടും അല്ലാതെ എക്സാക്ട്ലി ദ സെയിം സൈസ്. ആമേൻ ഹാലേലൂയ. അവരാവശ്യപ്പെട്ട ഒരു നിറം ആമേൻ ഹാലേലൂയ അത് തന്നെ അവർക്ക് ആമേൻ ദൈവം കൊടുത്തു. ആമേൻ ഹാലേലൂയ. ഹാലേലൂയ. വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് ആമേൻ പോകുന്ന പ്രാർത്ഥന പിതാവിന്റെ സന്നിധിയിലേക്കാണ്. ആമേൻ ഹാലേലൂയ. നമ്മുടെ നല്ല കർത്താവിന്റെ സന്നിധിയിലേക്കാണ് ആ പ്രാർത്ഥന പോകുന്നത്. ആമേൻ ഹാലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പൂർണ്ണ കൺട്രോൾ കർത്താവിലേക്ക് ഏൽപ്പിക്കുന്നതാണ്. ആമേൻ ഹാലേലൂയ. ഞാനല്ല ജീവിക്കുന്നത്, നമ്മളല്ല ജീവിക്കുന്നത്, നമ്മൾ കർത്താവാണ് ജീവിക്കുന്നത്. കർത്താവിന്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ്. ആമേൻ ഹാലേലൂയ. ഒരിക്കൽ ദേവദാസൻ സ്മിത്ത് വിഗിൽസ്വർത്ത് ആമേൻ ഒരു ഷിപ്പിൽ യാത്രയായിരുന്നു വൈഫിന്റെ കൂടെ. ആമേൻ ആ സമയത്ത് പെട്ടെന്ന് ഒരു ബഹളം കേട്ടു. ഷിപ്പ് മുങ്ങാറാ, എന്തോ പ്രശ്നങ്ങൾ ആമേൻ വരാൻ പോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കെയോസിലായിരുന്ന സമയത്ത് ദേവദാസൻ അവിടെ കൂളായിട്ട് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈഫ് ഓടി വന്നിട്ട് പറഞ്ഞു, ആമേൻ ഹാലേലൂയ ഇങ്ങനൊരു സംഭവം നടക്കുന്നു. ദേവദാസൻ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും ആമേൻ ഹാലേലൂയ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൂളായിട്ട്. ആമേൻ ഹാലേലൂയ. ദേവദാസിക്ക് പെട്ടെന്ന് ടെൻഷനായി. ദേവദാസി വീണ്ടും അത് പറഞ്ഞപ്പോൾ ദേവദാസൻ ആ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേസർ എടുത്ത് ആ ദേവദാസിയുടെ കഴുത്തിലേക്ക് വെച്ചു. അപ്പൊ ദേവദാസി പെട്ടെന്ന് ചിരിച്ചു. അപ്പൊ ദേവദാസൻ ചോദിച്ചു, ആമേൻ ഹാലേലൂയ ഞാൻ കത്തിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ദേവദാസി പറഞ്ഞു, കത്തിയാണെന്ന് അറിയാം, പക്ഷെ അത് ആരുടെ കരങ്ങളിലാണ് ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ആമേൻ ഹാലേലൂയ. ആമേൻ. ആ ദേവദാസൻ പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മുടെ ലൈഫ് കർത്താവിലുള്ളപ്പോൾ, നമ്മുടെ ലൈഫിന്റെ മുഴുവൻ കൺട്രോൾ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനെ ഓർത്ത് ഭയപ്പെടണം. ആമേൻ ഹാലേലൂയ. വചനത്തിൽ നമ്മൾ കാണാം, ആമേൻ ഹാലേലൂയ കാറ്റും മഴയും ഉള്ള സമയത്താണ് കർത്താവ് കിടന്ന് ഉറങ്ങുന്നത്. ആ കാരാഗ്രഹത്തിൽ ആമേൻ ഹാലേലൂയ നമുക്ക് കാണാം. ആമേൻ പത്രോസിനെ പ്രിസണിലിട്ടിരിക്കുകയാണ്. ആമേൻ ഹാലേലൂയ. നാളെ എന്തും സംഭവിക്കാം, പക്ഷെ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ആമേൻ ഹാലേലൂയ. ആമേൻ സിംഹത്തിന്റെ ഗുഹയിൽ ആമേൻ ഡാനിയേൽ കിടന്ന് ഉറങ്ങുന്നു. ആമേൻ ഹാലേലൂയ. ഇവരുടെ 3 പേരുടെ ലൈഫിൽ നോക്കി നമുക്കറിയാം, ഇവർ ആത്മാവിൽ നിറഞ്ഞ വ്യക്തികളായിരുന്നു. ആമേൻ ഹാലേലൂയ. ഹാലേലൂയ. ഇവർ പ്രാർത്ഥനയുള്ള വ്യക്തികളായിരുന്നു. ആമേൻ ഹാലേലൂയ. അതുകൊണ്ട് അവർക്കറിയാം ആമേൻ എന്ത് സംഭവിച്ചാലും ആമേൻ ഹാലേലൂയ ഹാലേലൂയ അവരുടെ ലൈഫ് ആമേൻ ഹാലേലൂയ സുരക്ഷിതമായിട്ട് കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ആമേൻ ഹാലേലൂയ. ഞാൻ ഇന്നലെ ഒരു ആമേൻ ഹാലേലൂയ ഒരു ആനിമൽ സയന്റിസ്റ്റിനെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ആമേൻ ഹാലേലൂയ. ഈ ചില ആടുകൾ ആമേൻ ഹാലേലൂയ ലാമ്പ് ആമേൻ ബർത്ത് കൊടുക്കുന്ന സമയത്ത്, പ്രസവിക്കുന്ന സമയത്ത് അവരെ ചില കുഞ്ഞുങ്ങളെ അവരെ മാറ്റിവെക്കും. എത്ര ഷെപ്പേർഡ് കൊണ്ടുപോയി ആമേൻ ഹാലേലൂയ ആ കുഞ്ഞുങ്ങളെ അമ്മയുടെ അടുത്ത് വെച്ചാലും അത് കെയർ ചെയ്യത്തില്ല, അത് വീണ്ടും വീണ്ടും കാലും കൊണ്ട് തൊഴിച്ചു മാറ്റിക്കളയും. ആമേൻ ഹാലേലൂയ. അപ്പോൾ ഷെപ്പേർഡ് ഇന്റർവ്യൂൻ ചെയ്യും. ആ ഒത്തിരി കുഞ്ഞുങ്ങളെ ആമേൻ ഹാലേലൂയ അമ്മയുടെ സ്നേഹം കിട്ടാതെ ആ ഒരു ബ്രോക്കൻ സ്പിരിറ്റിലാണ് ആമേൻ ഹാലേലൂയ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത്. ആ സമയത്താണ് ഷെപ്പേർഡ് ഒക്കെ ഇന്റർവ്യൂൻ ചെയ്യുന്നത്. ആ ഷെപ്പേർഡ് അങ്ങനത്തെ ആമേൻ ഹാലേലൂയ ആടുകളെ കൊണ്ട്, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ആമേൻ ഹാലേലൂയ അവർക്ക് ആവശ്യമുള്ള കെയർ കൊടുക്കും. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആമേൻ ഹാലേലൂയ ആ കുഞ്ഞിനെ മാറോട് അണയ്ക്കും. ആമേൻ. എന്നിട്ട് അതോട് സംസാരിക്കും. അതൊരു സ്ട്രോങ് ആയി കേപ്പബിൾ ആയെന്ന് അറിയുമ്പോൾ ആമേൻ ബാക്കിയുള്ള ആമേൻ ഹാലേലൂയ ഈ ഫ്ലോക്സിന്റെ മധ്യയിൽ അതിനെയും കൂടെ ഇറക്കി വിടും. ആമേൻ ഹാലേലൂയ. ആ സയന്റിസ്റ്റ് പറഞ്ഞതാണ്, അവർ കണ്ട ഒരു കാര്യമാണ്. ആമേൻ ഹാലേലൂയ. വൈറ്റ് ഷെപ്പേർഡ് വന്ന് ആ ഷീപ്സിനെ ഒക്കെ വിളിക്കുമ്പോൾ ആമേൻ ഹാലേലൂയ ആദ്യം ചെല്ലുന്നത് ഈ ഒരു ഷീപ്പായിരിക്കും. ആമേൻ ഹാലേലൂയ. അത് എന്തുകൊണ്ടാണ്? ആമേൻ ഹാലേലൂയ ആ ഷീപ്പിന് ആ ഷെപ്പേർഡിന്റെ കൂടെ ഉള്ള ഉറപ്പാണ്, ആ ട്രസ്റ്റ് ആണ്. ആമേൻ ഹാലേലൂയ. എന്ത് വന്നാലും ഷെപ്പേർഡ് കൈവിടത്തില്ല. ആമേൻ ഹാലേലൂയ. ആ ഒരു കരുതൽ ഒരു ട്രസ്റ്റ് ആണ് ആ ഷീപ്പിനുള്ളത്. ആമേൻ ഹാലേലൂയ. ആ സയന്റിസ്റ്റ് പറഞ്ഞ ഇങ്ങനെയാണ്, ആമേൻ ഹാലേലൂയ നമ്മളും അങ്ങനത്തെ ഒരു ഷീപ്പ് ആകണം. ആമേൻ ഹാലേലൂയ. എന്ത് വന്നാലും ലൈഫിൽ എന്ത് വന്നാലും, എത്ര ഹോപ്പ്ലെസ്നെസ് ഉണ്ടെങ്കിലും, എത്ര ബ്രോക്കൻ ആണെങ്കിലും ആമേൻ ഹാലേലൂയ ആ ഷെപ്പേർഡിനെ തേടി പോകുന്നവരായിരിക്കണം. ഹാലേലൂയ. ലോകത്തിലേക്കല്ല, ആ ഷെപ്പേർഡിനെ തേടി ആ ഷെപ്പേർഡിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതായിരിക്കണം. ആമേൻ ഹാലേലൂയ. വീണ്ടും ഹാലേലൂയ. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥനയെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തണം. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തണം. നമ്മുടെ ക്രൗൺസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആമേൻ താഴ്ത്തി ചെല്ലണം. ആമേൻ ഹാലേലൂയ. നമുക്ക് ജഡ്ജസിന്റെ 15 ആമേൻ അക്സയെ പറ്റി കാണാം. കാലേബിന്റെ മകളായ അക്സയെ പറ്റി ആമേൻ ഹാലേലൂയ നമുക്ക് കാണാം. അക്സ അവിടെ ആമേൻ പിതാവിനെ കാണാൻ വരികയാണ്. ആ കഴുതപ്പുറത്തിരുന്ന് പെട്ടെന്ന് അവൾ ഇറങ്ങിയാണ്. ആമേൻ ഹാലേലൂയ. പിതാവാണ്. അവൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സംസാരിക്കായിരുന്നു. അത് ഇറങ്ങുന്നത് കാണിക്കുന്നത് ഹ്യൂമിലിറ്റി ആണ് കാണിക്കുന്നത്, റെസ്പെക്ട് ആണ് കാണിക്കുന്നത്. നമുക്ക് ആമേൻ ഹാലേലൂയ ജെനസിസിലും അത് കാണാം. ആമേൻ ഐസക്കിനെ കാണുമ്പോൾ റെബേക്ക ക്യാമലിന്റെ പുറത്തിരുന്ന് ഇറങ്ങുന്നത് മാർക്ക് ഓഫ് റെസ്പെക്ട്. ആമേൻ ഹാലേലൂയ. എന്നിട്ട് അവൾ പിതാവിന്റെ ആമേൻ അടുത്തേക്ക് ചെല്ലുകയാണ്. ആമേൻ. പിതാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്താ ആവശ്യമുള്ളത്? അപ്പൊ അവൾ പറയാണ്, എനിക്കൊരു ബ്ലെസ്സിങ്ങിന്റെ ആവശ്യമുണ്ട്. ആമേൻ ഹാലേലൂയ. പിതാവെ, നിങ്ങൾ എനിക്ക് നെഗവയാണ് തന്നത്. നമുക്ക് അറിയാം ആ നെഗവേ എന്ന് പറയുന്ന ഏരിയ ആമേൻ ഒരു ഡ്രൈ ഏരിയ ആണ്. അപ്പൊ അവൾക്ക്
അത്യാവശ്യം ഒരു ഉറവയാണ്. ഏമൻ ഹാലേലൂയ. ആ നെഗവെ ഒന്ന് ഏമൻ ഹാലേലൂയ ഒന്ന് ഏമൻ ലൈറ്റൻ അപ്പ് ചെയ്യാൻ, വെള്ളം പായിക്കുവാൻ, ഏമൻ ഹാലേലൂയ, ആ ഡ്രൈ ലൈനിനെ ഒന്ന് മാറ്റുവാൻ, ഏമൻ ഹാലേ ഡ്രൈനെസ്സിനെ ഒന്ന് മാറ്റുവാൻ. അവിടെ അവള് കംപ്ലൈന്റ് ചെയ്യുന്നില്ല പിതാവിന്റെ അടുത്ത്, എനിക്ക് ഇതാണല്ലോ തന്നതെന്ന് കംപ്ലൈന്റ് ചെയ്തില്ല. അവള് പറയുന്നു, അപ്പൻ എനിക്ക് ഇത് തന്നു, ഏമൻ ഹാലേലൂയ, ഐ എം സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്, ഏമൻ ഹാലേലൂയ, പക്ഷെ എനിക്ക് ഉറവയും കൂടെ തരണം, ഏമൻ ഹാലേലൂയ. അവിടെ വചനം പറയുന്നത്, ഏമൻ ഹാലേലൂയ, കാലിബ് അവൾക്ക് മലയിലും താഴ്വാരയിലുമുള്ള ഉറവയെ കൊടുത്തു, ഏമൻ ഹാലേലൂയ, earthly and heavenly blessing, ഏമൻ ഹാലേലൂയ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോട് ചെല്ലണം. കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കാൻ നമ്മുടെ ചെവി ഒന്ന് കൊടുക്കണം, ഏമൻ ഹാലേലൂയ. കംപ്ലൈനുമായിട്ടല്ല, ഒരു താങ്ക്ഫുൾ ഹാർട്ടോടെ കർത്താവിന്റെ മുൻപിലേക്ക് നമ്മുടെ റിക്വസ്റ്റിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കണം, ഏമൻ ഹാലേലൂയ, ഹാലേലൂയ. വചനം പറയുന്നത് പോലെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കുമ്പോൾ അറ്റ് ദ റൈറ്റ് ടൈം, ഏമൻ, കർത്താവിന് സമയമാകുമ്പോൾ തന്റെ മക്കൾക്ക് എല്ലാം നന്മയ്ക്കായി ദൈവമാക്കി തീർക്കും, ഏമൻ ഹാലേലൂയ. ഞാൻ ഇടയ്ക്ക് കേട്ടതാണ്, ഏമൻ ഹാലേലൂയ, നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവിട്ടില്ലെങ്കിൽ, നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ലോകത്ത് കൊണ്ടുപോകാതെ ഏമൻ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ, ആമേൻ ഹാലേലൂയ, പിശാച് ഒരു ഫോട്ടോഗ്രാഫറായിട്ട് അവിടെ പ്രവർത്തിക്കും, ഏമൻ ഹാലേലൂയ. അവൻ എന്ത് ചെയ്യും, ഏമൻ ഹാലേ, നമ്മുടെ പഴയ പാവങ്ങള്, നമ്മൾ കടന്നു വന്ന പഴയ ദുഃഖങ്ങൾ, ഡാർക്ക് ഏരിയാസിനെ എല്ലാം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പിതാവിന്റെ സന്നിധിയിൽ പോകുമ്പോൾ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, ലോകം തരാൻ പറ്റാത്ത സമാധാനത്താൽ ദൈവം നമ്മളെ നിറയ്ക്കും, ഏമൻ ഹാലേലൂയ. നമ്മൾ സകലതും പുതിയതാക്കി തരും, ഏമൻ ഹാലേലൂയ. ആ മൈൻഡിനെ കർത്താവ് നമുക്കൊന്ന് റിന്യൂ ചെയ്ത് തരും, ഏമൻ ഹാലേലൂയ, ഹാലേലൂയ. അതുകൊണ്ട് ഏമൻ വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ, ഏമൻ ഹാലേലൂയ, പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, സമയം ചെലവിടണം, പിതാവിന്റെ സന്നിധിയിൽ സമയം ചെലവിടണം, ഏമൻ ഹാലേലൂയ. നമ്മുടെ എല്ലാ ഭാരങ്ങളും, അത് ചെറിയ വലിയ കാര്യമായിട്ട് എന്തായിക്കോട്ടെ, ഏമൻ ഹാലേലൂയ, ഒരു കുഞ്ഞ് അപ്പനോട് ഏമൻ ഷെയർ ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മുടെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഷെയർ ചെയ്യണം, ഏമൻ ഹാലേലൂയ, ഏമൻ ഹാലേ. ഹി നോസ് ദി എൻഡ് ഫ്രം ദി ബിഗിനിങ്, ഏമൻ ഹാലേലൂയ. കർത്താവ് ആൽഫയും ഒമേഗയുമാണ്. നമ്മുടെ സമയങ്ങളും നമ്മുടെ ജീവിതമൊക്കെ കർത്താവിന്റെ കരങ്ങളിലാണ് ഉള്ളത്, ഏമൻ ഹാലേലൂയ, ഹാലേലൂയ. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുകുമ്പോഴാണ് അത് ആർപ്പോട് നമ്മൾ കൊയ്തെടുക്കാൻ പറ്റുന്നത്, നമ്മുടെ ദുഃഖം സന്തോഷമായി മാറുന്നത്, നമ്മുടെ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, ഏമൻ ഹാലേലൂയ, ഗാർമെന്റ് ഓഫ് പ്രൈസ് ആയിട്ട് മാറുന്നത് കർത്താവിന്റെ സന്നിധിയിലാണ്, ഏമൻ ഹാലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ആമേൻ. എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ, എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ. സ്തുതികളിൽ വസിക്കും, സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമീശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമീശുപരൻ. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എന്റെ പ്രാണനെ, എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. നിത്യസ്നേഹം പകരും രാജാധിരാജനമീശുപരൻ. ഭാവിയെ തകർച്ചയിൽ നിന്നും, എന്റെ ഭവനത്തെ കഷ്ടതയിൽ നിന്നും, എന്റെ കൈവരിയൻ കരങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. ഒരുമിച്ച് സ്തുതിക്കാം. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, കരുണയും, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ. സ്തുതികൾ വസിക്കും. രോഗ
രോഗത്തിൽ കരുതിയ ദൈവം, എന്നെ രോഗത്തിൽ നിന്ന് വിടുവിച്ച് താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി എന്നെ രോഗത്തിൽ നിന്നും രോഗത്തിൽ കരുതിയ ദൈവം, താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി പോ. വിശ്വാസത്തോടെ കരുണയും കൃപയും അവൻ ദയയും കനിവുമുള്ളൂ. യെസ്, അവൻ കരുണയും കൃപയുമുള്ളൂ. ദയയും അവൻ ദയയും കനിവും അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുപരൻ. സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുപരൻ. എന്റെ യാചനകൾ കേട്ട ദൈവത്തെ സ്തുതിക്കാം. എന്റെ പ്രാർത്ഥനകൾ, യാചനകൾ, സങ്കടം, എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. ആരാധിച്ചുകൊണ്ടിരുന്നു, ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അതിന്റെ മധ്യയാണ് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുക. അവിടെയാണ് വിടുതലുകൾ നടക്കുന്നത്. അവിടെയാണ് പൈശാചിക മണ്ഡലങ്ങളിലെ കോട്ടകൾ തകരുന്നത്. ഇന്ന് ഒരുമിച്ച് എവിടെയാണെങ്കിലും ഒരുമിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടി മഹത്വം കൊടുക്കുക. ആരാധിക്കുന്നതിന് മുമ്പിൽ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ആമേ തുറക്കാത്ത വാതിലുകളില്ല. സ്തോത്രം, സ്തോത്രം. തിരുനാമത്തെ നമുക്ക് ഉയർത്താം. ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, പാലിക്കും രോഗിക്ക് സൗഖ്യമായി. ഓ നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, പാലിക്കും രോഗിക്ക് സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. വിശ്വാസമേ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകി. ദാനമായി ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. അതുകൊണ്ട് പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ. ആമേൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ആചൂടമാനവൻ വിടുതൽ എന്ന് പ്രാപിക്കാം. ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. നല്ലവനാണ്. ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം, ആരാധന എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. വേദൂടമാനവൻ പ്രാർത്ഥിക്കാം. സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. അതുകൊണ്ട് പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം
കർത്തനേ നല്ലവൻ, അവൻ വല്ലഭൻ. വിടുതലെന്ന് പ്രാപിക്കാം, വിടുതലെന്ന് പ്രാപിക്കാം, പ്രാർത്ഥിക്കാം എന്ന് പ്രാപിക്കാം. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ടല്ലോ. കർത്താവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ നടക്കുന്ന ആരാധന എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി ദൈവം തീർത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ കേൾപ്പിച്ചതുപോലെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ, ആ പ്രാർത്ഥന ഈ ജീവിതത്തിൽ നമ്മുടെ ഒരു സ്വഭാവമായി മാറുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവിക തിരുവചനങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് പല തിരുവചനങ്ങൾ സംസാരിക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് പറയുന്നതെന്ന് അതാണ് ഇന്ന് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പലപ്പോഴും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തളർന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. എങ്കിലും നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഓരോ കൂടിവരവുകളിലും ദൈവത്തിൻ്റെ ശക്തി, സാന്നിധ്യം, അവിടുത്തെ കൃപ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച നമുക്ക് കർത്താവ് തന്നു. വീണ്ടും കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഇടയാക്കി. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥനകൾ, അതിൻ്റെ സമയങ്ങൾ വർദ്ധിച്ചു വരട്ടെ. കർത്താവ് നമ്മൾ ഇടപെടുന്ന നാളുകളാക്കി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തകൾക്കായിട്ട് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്ക് ആമുഖമായി വായിക്കാം. ദ ബുക്ക് ഓഫ് ഹബക്കൂക്ക് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഈ വചനം എന്ത് വചനം പറയണമെന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു തിരുവചനത്തിൽ സംസാരിക്കുവാനാണ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ വന്നത്. എല്ലാ പ്രേരണകളും ദൈവികമായിരിക്കണമെന്നില്ല, എങ്കിലും അതിനുശേഷം ഈ ദർശനം എന്താണെന്നുള്ളതിനെ പറ്റി നമ്മുടെ മധ്യയായിരിക്കുന്ന പ്രിയ ലിസി സിസ്റ്റർ ഇന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിപ്പാനിടയായി. അപ്പോൾ ഞാനിത് ഒരുപക്ഷേ കർത്താവ് ഇത് തന്നെയായിരിക്കാം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കാം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലായിത്തീരുന്നത്. ഇൻ്റർനെറ്റിൽ നിന്ന് പ്രാപിച്ചതല്ല, അല്ലെങ്കിൽ AI മുഖാന്തരം ഉണ്ടാക്കുന്ന ഒന്നുമല്ല. ഒരു വിടുതലിൻ്റെ മുഖാന്തരം കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാ മുഖാന്തരം എന്ത് വചനം പറഞ്ഞാൽ അത് അല്പസമയമായിരിക്കാം, ചെറുതായിരിക്കാം, വലുതായിരിക്കാം, നീണ്ടതായിരിക്കാം, പക്ഷേ അതിനകത്തൊരു ശക്തിയുണ്ട്, അതിനകത്ത് സൗഖ്യമുണ്ട്, അതിനകത്ത് ദൈവമക്കളുടെ അനുഗ്രഹം മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം പലർക്കും അപരിചിതമായ ഒരു പുസ്തകമാണ്. എന്നാൽ ചിലർക്കെങ്കിലും അത് സുപരിചിതമാണ്. അങ്ങനെ സുപരിചിതമായവർ ഉണ്ടെങ്കിൽ അവർ ബൈബിൾ നന്നായിട്ട് വായിക്കുന്നവരാണ് എന്ന് വേണം ചിന്തിക്കാൻ ഞാൻ കരുതുന്നു. അല്പം 3 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം. അതിനകത്ത് ഹബക്കൂക്ക് പ്രവാചകൻ്റെ, അല്ലെങ്കിൽ ഹബക്കൂക്ക് എന്നത് എംബ്രേസ്, അല്ലെങ്കിൽ പുണരുക, അല്ലെങ്കിൽ സ്ട്രൈവ് ചെയ്യുക എന്ന് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നു. എന്തുമാകട്ടെ, പക്ഷേ ഈ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്നത്, അദ്ദേഹം മൈനറായതുകൊണ്ടല്ല, ബൈബിളിനകത്ത് കുറഞ്ഞ ചാപ്റ്ററുകളുള്ള ലേഖനങ്ങൾ, അതെ അധ്യായങ്ങൾ എഴുതിയ പ്രവാചകന്മാരെ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്നു. അവർ മറ്റേതെങ്കിലും വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ 3 അധ്യായങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട്.
അത് പറഞ്ഞിട്ട് ഇന്ന് വചനത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഹബക്കൂക്ക് പ്രവാചന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഈ പ്രവാചകൻ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ട് ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. കർത്താവേ, ഈ ജനം എങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ശരിയാണോ? എൻ്റെ വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നൊരനുഭവത്തിൽ ഞാനായിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ദൈവം ഉത്തരം പറയുന്നുണ്ട്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, നിൻ്റെ ഈ നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു, കാത്തിരിപ്പിന് ഒരു അന്ത്യമില്ല. ഇനിയിപ്പം ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുമെന്ന് തോന്നുന്നതുമില്ല. പക്ഷേ അവിടെ ദൈവം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അവിടെ പറയുന്നു, ദൈവം പറയുകയാണ്, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1:5 പറയുന്നുണ്ട്, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ ദൈവം ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെപ്പറ്റി ദൈവം പറയുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നീ കാത്തിരിക്കണം. ഹബക്കൂക്കേ, പ്രവാചക, അവിടുന്ന് കാത്തിരിക്കണം, ഞാനൊരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. നീ നാളുകളായി കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഒരു പ്രവൃത്തി ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കാത്തിരിക്കാൻ തയ്യാറാകണം. പക്ഷെ വീണ്ടും ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് വീണ്ടും ഇങ്ങനെ സ്ട്രൈവ് ചെയ്യുകയാണ്. പക്ഷെ അപ്പോൾ ദൈവം പറയുന്ന കാര്യമുണ്ട്, നീ മറ്റൊന്നും ചെയ്യണ്ട, നീ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നീ മിണ്ടാതെ ഇരിക്കുക, ഞാൻ പ്രവർത്തിക്കാം, നീ അധികം സംസാരിക്കേണ്ട, പ്രവർത്തിക്കാൻ പോകുന്നത് ഞാനാണ്. മറ്റൊന്നുമല്ല, ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു, ഇനിയിപ്പോൾ ചെയ്യാൻ ബാക്കി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ മൗനമായിരിക്കുവാൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുമെന്ന് ആമേൻ തിരുവചനം പറയുന്നു. അത് തിരുവചനം എന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും ചിലതിനു വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് തയ്യാറാകാം. അവിടെ പറയുന്നു, സർവ്വഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. അവിടെ ഈ പ്രവാചകൻ അവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവസന്നിധിയിൽ അദ്ദേഹം പറയുന്നു, അവിടെ ദൈവസന്നിധിയിൽ ദൈവം യഹോവ എന്നോട് എന്ത് പറയുന്നത്, 2:1 വായിക്കാം. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. അതെ, അവിടെ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. കൊത്തളത്തിൽ കാവൽ നിന്നുകൊണ്ട് യഹോവ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് അറിയേണ്ടതിന് ഞാൻ അവിടെ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥന ദൈവം നമ്മളോട് സംസാരിക്കുന്നതും നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതുമാണ്. വൺ വേ ട്രാഫിക് അല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ ലിസൺ ടു വാട്ട് ദി ലോർഡ് വിൽ സേ. ഞാൻ പറയുന്നത്, ആമേൻ, ഞാൻ പറയുന്നത് മാത്രമല്ല, ദൈവം പറയുന്നത് എന്താണെന്ന് കൂടി അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവാചകൻ. അപ്പോൾ ഈ ദിവസങ്ങളിലും നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ, പക്ഷേ നമുക്ക് ഈ ദിവസം ഏൽപ്പിച്ച് കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥകൾക്കൊരു മാറ്റം വരുവാൻ തക്കവണ്ണം അവിടെയാകും. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു പ്രത്യേക കാര്യം മാത്രം പറഞ്ഞിട്ട് അതിൽ നിന്ന് സംസാരിക്കുവാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു, ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. ഇത് പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പലയിടത്തും നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ പല രീതിയിൽ ഇതിന് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. ആ ദർശനം എന്താണെന്ന് എക്സാക്ട്ലി ഇവിടെ പറഞ്ഞിട്ടില്ല. ദൈവം എന്താണ് ഇദ്ദേഹത്തിന് ദർശനം കൊടുത്തതെന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അവരെ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഇവരെ ഈ പ്രവാസത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും, ബാബിലോണിയൻ ബന്ധനത്തിൽ നിന്നും വിടുവിക്കുവാൻ ഇവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ കൽദായരെ ദൈവം വരുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നും ഈ ജനത്തെ വിടുവിക്കുമെന്നുമൊക്കെയുള്ള പ്രത്യാശ ഇവർക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഒരു ദർശനം
ഈ വ്യക്തിക്ക് ദൈവം കൊടുത്തു. ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ പ്രവാചകന്റെ ജീവിതത്തിൽ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറമേയുള്ള സ്ഥിതി മാറിയില്ല, ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ അകമേയുള്ള സ്ഥിതി മാറി. അപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദർശനം, നമ്മുടെ ജീവിതത്തിൽ അതിനൊരു മാറ്റം വന്നാൽ, നമ്മളെ പുറമേയുള്ള സ്ഥിതി മാറിയില്ലെങ്കിലും നമ്മുടെ അകമേയുള്ള സ്ഥിതി മാറും. പുറമേയുള്ള സ്ഥിതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഈ ദർശനം ഇദ്ദേഹത്തിന് കിട്ടിയ ദൈവിക വെളിപ്പാട് ഇദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പലപ്പോഴും ദർശനത്തിലൂടെയാണ്. ഭാവിയിലേക്ക് എന്ത് സംഭവിക്കുമെന്നും എന്തായി തീരുമെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ മതി. ഈ ഭൂമിയിലുള്ള ഏകദേശം 7.5 ബില്യൺ ആൾക്കാരുണ്ട്. അവരറിഞ്ഞും അറിയാതെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, നാളെ എന്തായി തീരും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ പലപ്പോഴും ദൈവത്തെ തേടുവാൻ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ആ ദർശനം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ഈ ബൈബിളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം. ഏകദേശം 7 ബില്യൺ ആൾക്കാരുള്ള ഈ ഭൂമിയിൽ അതിൻ്റെ രേഖകൾ പ്രകാരം ഏകദേശം 7 ബില്യണിൽ കൂടുതൽ ബൈബിൾ വിറ്റഴിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എവിടെയൊക്കെയോ ബൈബിൾ അച്ചടിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ കഴിയുന്ന ദൈവിക ദർശനം കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഈ പുസ്തകമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭൂമിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകത്തിൻ്റെ ഈ പുസ്തകത്തിന് വാങ്ങിക്കുവാനുള്ള കാരണം ഭാവിയെപ്പറ്റിയുള്ള ആശങ്കകളാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. റിക്ക് വാറൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകമുണ്ട്, പേർപ്പസ് ഡ്രിവൻ ലൈഫ്. ഏകദേശം 50 മില്യൺ കോപ്പീസ് വിറ്റഴിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, മുന്നോട്ട് എന്തുകൊണ്ട് കർത്താവേ എന്നെ സൃഷ്ടിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അങ്ങേക്കൊരു പദ്ധതിയുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന, അർത്ഥം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ, ഒരു ദർശനമുണ്ടെങ്കിൽ അത് ഈ പുസ്തകത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ഇത് കേൾക്കുന്ന 7.5 മില്യൺ അല്ലെങ്കിൽ 7 ബില്യൺ ആൾക്കാരുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. അവൻ്റെ കർത്താവിൻ്റെ കണ്ണിൽ ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതിനകത്ത് കേൾക്കുന്നവരുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതം എന്തായി തീരും, ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കൊരു മാസ്റ്ററുണ്ട്, നമുക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. ആ ഉടയവൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലുണ്ട്. വിശ്വസിക്കുന്നതിന് വിശ്വാസത്തോടെ പറ എന്ന് പറയാൻ നമുക്ക് പറയാം, കർത്താവേ എൻ്റെ മേലൊരു ദൈവിക മാസ്റ്റർ പ്ലാൻ ഉണ്ട്, ഞാൻ ആക്സിഡൻ്റായിട്ട് ഉണ്ടായതല്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയുമ്പോൾ ആ ബിൽഡിങ് എങ്ങനെ ആയിരിക്കുമെന്ന് അറിയുന്നത് അതിൻ്റെ ബിൽഡർ മാത്രമേ ഉള്ളൂ, ഇനി ആർക്കിടെക്റ്റ് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു CAD എന്ന് പറഞ്ഞ അല്ലെങ്കിൽ BIM എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറുകളുണ്ട്, അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3D ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ബിൽഡിംഗ് എങ്ങനെയായി തീരും. അല്ലെങ്കിൽ ഒരു കുശവൻ്റെ കയ്യിൽ ഒരു കളിമണ്ണ് കിട്ടുമ്പോൾ അതിൻ്റെ പാത്രം എന്തായി തീരുമെന്ന് അറിയുന്നവൻ കുശവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉടയപ്പെട്ട ജീവിത അനുഭവങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു രൂപവും ഭാവവും ആയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം പറയണം, എൻ്റെ ഉടയവൻ എന്നെ ഉണ്ടാക്കുന്ന കളിമൺ ഉണ്ടാക്കുന്ന കുശവൻ്റെ കയ്യിൽ ഈ ദിവസങ്ങളിൽ അതിനെ പണിതെടുത്തുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. അതിനൊരു പൂർത്തീകരണം ദൈവം തരും. അതേ, ഈ ദിവസങ്ങളിലും എന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതേ, ഈ ദിവസങ്ങളിലും
നമ്മുടെ ഉള്ളിലേക്ക് ആ ദൈവികമായ പദ്ധതി എന്താണെന്ന് ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് ഉറപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. അനേകർക്ക് ഈ ദർശനം എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. ദർശനം എന്ന് പറഞ്ഞാൽ വെളിപ്പാടുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവത്തിന് സ്വപ്നങ്ങളൊന്നുമില്ല കേട്ടോ. വരും പറയും ദൈവം സ്വപ്നം കാണും. ദൈവം സ്വപ്നം കാണത്തില്ല, ദൈവത്തിന് ദർശനമേ ഉള്ളൂ. നമ്മളാ സ്വപ്നം കാണുന്നത്. എല്ലാ ദിവസവും രാത്രിയിൽ പകലുമൊക്കെ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ സ്വപ്നം കണ്ടിട്ട് സ്തോത്രം, നമുക്ക് പോലും അറിയത്തില്ല എന്താ നടക്കാൻ പോകുന്നത്. പക്ഷെ ദൈവം സ്വപ്നം കാണുന്ന അവൻ ദൈവമല്ല. ദൈവത്തിന് ദർശനമുണ്ട്. ദൈവത്തിന് വ്യക്തമായ ഒരു വ്യക്തിയെ പറ്റി ഒരു ദർശനമുണ്ട്. പക്ഷേ നമുക്ക് ആ ദർശനത്തിൻ്റെ ഉള്ളിലായി തീരുവാൻ ഒരു തീക്ഷ്ണതയുണ്ടെങ്കിൽ, ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, കർത്താവേ ഇതെന്തായി തീരും, ഭാവി എന്തായി തീരും. അദ്ദേഹം വറീഡാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം കുറയുകയാണ്. അപ്പോൾ അദ്ദേഹം കർത്താവുമായിട്ട് സംസാരിക്കുവാൻ, ദൈവവുമായിട്ട് മൽപ്പിടിക്കുവാൻ, മൽപ്പിടുത്തം പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കർത്താവിനോട് നിരന്തരമായി അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഈ വ്യക്തിക്കുണ്ട്. ആ പ്രവാസത്തിൽപ്പെട്ട മറ്റാർക്കും ഇല്ലാത്തൊരു തീക്ഷ്ണത ഈ പ്രവാചകനുണ്ട്. ഈ ദിവസങ്ങളിലും ഒരു ദർശനം എൻ്റെ ജീവിതത്തെപ്പറ്റി, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, കർത്താവ് എനിക്കൊരു വ്യക്തത വേണം. ഒരുപാട് ദർശനങ്ങളുള്ളവരുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്, അത് വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കിയവരുണ്ട്. അവർക്കൊക്കെ ഒരു ദർശനമുണ്ടായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ദർശനം എന്താണ്? എൻ്റെയും നിങ്ങളുടെയും സ്വപ്നമല്ല, നമ്മുടെ കാഴ്ചപ്പാടെന്താണ്? അതിനനുസരിച്ചാണ് ജീവിതങ്ങൾ പണിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും നമുക്ക് ഈ വചനത്തിനനുസരിച്ചുള്ള ദർശനം പ്രാപിച്ചവരായി തീരുവാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്തെങ്കിലും പ്രവചന ദൂതുകൾക്കപ്പുറത്ത് ദൈവമേ എന്നെ പറ്റിയുള്ള ദൈവിക വാക്തത്വങ്ങൾ, ദൈവിക പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ദൈവിക വെളിപ്പാട്, ദൈവികമായ ഒരു ജ്ഞാനം എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള മനുഷ്യർ പലരും ഒരു വിഷൻ ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വിഷൻ എന്ന് പറയും. ഒരുപാട് ബിസിനസ്സുകാരൊക്കെ ഒന്നുമില്ലാതെ തുടങ്ങുമ്പോഴും അവർക്കൊരു ദർശനമുണ്ടായിരുന്നു. ഞാൻ ഇന്ന കാര്യം, അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയുണ്ട്, ആപ്പിൾ കമ്പ്യൂട്ടർ കണ്ടുപിടി. അദ്ദേഹത്തിനൊക്കെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ അനുസരിച്ചാണ് ഞങ്ങൾ പോയത്. അത് കെട്ടിപ്പടുത്തൊരു സാമ്രാജ്യമാക്കി ദൈവം മാറ്റി. അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഐ ഹാവ് എ ഡ്രീം. അത് കറുത്ത വർഗക്കാർക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നീതിന്യായം അവിടെ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വലിയ പ്രസംഗം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷേ ദൈവികമായ ആഗ്രഹമാണോ നമ്മുടെ ജീവിതത്തിന് മേലുള്ളത്? അതിന് മേൽ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഒരു ദർശനം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, യോസേഫിന് ദൈവം ഒരു ദർശനം കൊടുത്തു. സൂര്യചന്ദ്രന്മാർ നിന്നെ നമസ്കരിക്കുന്നു, അല്ലേ? മറ്റ് കറ്റകളെല്ലാം നിന്റെ മുമ്പിൽ മടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദർശനം കൊടുത്തപ്പോൾ യോസേഫ് ആ ദർശനത്തിന് പിന്നാലെ പോയില്ല. യോസേഫിന് മനസ്സിലായത് ദൈവം പറഞ്ഞ ദർശനമാണ്. ഹല്ലേലൂയ. യോസേഫിന് മനസ്സിലായില്ല യോസേഫ് ഒരു പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ്. പക്ഷേ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ യോസേഫ് ഒരിക്കലും പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയോ എന്തെങ്കിലും ഉന്നത സ്ഥാനം പ്രാപിക്കാനോ വേണ്ടിയല്ല സ്തോത്രം അദ്ദേഹം മുന്നോട്ട് പോയത്. എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചില്ലെങ്കിലും ദൈവത്തിന് എന്നെപ്പറ്റി ഒരു ഉദ്ദേശം ഇതാണ്. എന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവികമായ ഒരു പദ്ധതിയിലൂടെ മറ്റുള്ളവർക്ക് ഞാൻ അനുഗ്രഹമാകാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എന്നൊരു തിരിച്ചറിവ് ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന, പകലാണെങ്കിലും രാത്രിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതെ, നമുക്ക് ഭൂമിയിൽ ഒരു ദർശനമുണ്ടായിരുന്നു. ഈജിപ്തിലേക്ക് ദൈവം മുന്നമേ ദർശനത്തിൽ കണ്ട് ദൈവം യോസേഫിനെ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പത്തിൻ്റെ കോൽ ഒടിച്ചു കളഞ്ഞപ്പോൾ, മഹാമാരി ക്ഷാമവും ഈജിപ്തിൽ കടന്നു വന്നപ്പോൾ, അവിടെ ഉണ്ടായിരുന്ന എല്ലായിടത്തും കടന്നു വന്നപ്പോൾ യോസേഫിനെ ദൈവം മുന്നമേ ഒരുക്കി. യോസേഫിനെ ദൈവം ഉയർത്തുകയും മാനിക്കുകയും ചെയ്തതിന് കാരണം അത് ഇസ്രായേലിന് അദ്ദേഹത്തെ ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടിയായിരുന്നു.
യോസേഫിന് എന്തെങ്കിലും മഹത്വം ഉണ്ടാകാൻ വേണ്ടിയല്ല, ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ്. അപ്പോൾ യോസേഫിൻ്റെ ജീവിതത്തിന് മേൽ ദർശനം ദൈവം കൊടുത്തു. ആ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പൊട്ടിഫോറിൻ്റെ ഭവനത്തിൽ നിന്ദിക്കപ്പെടുമ്പോഴും, ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടുമ്പോഴും, അതേ പൊട്ടക്കിണറ്റിൽ കിടന്ന് നിലവിളിക്കുമ്പോഴും, അതേ സ്തോത്രം, പലരും കൈവിടുമ്പോഴും, പലരും നിന്ദിക്കുമ്പോഴും, അതിനെല്ലാം മധ്യത്തിൽ യോസേഫിനൊരു ഉറപ്പുണ്ടായിരുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ജീവിതത്തിനുമേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം പറ. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കുന്ന ഏത് കഷ്ടതയും, ഏത് പട്ടിണിയും, ഏത് രോഗവും, എന്ത് ബന്ധനവുമാകട്ടെ, ആമേൻ, അതിൻ്റെ മധ്യേയും ദൈവത്തിന് എൻ്റെ മേലൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എൻ്റെ ഉള്ളിൽ എന്നെ വെറുതെ അല്ല ദൈവം വിളിച്ചത്. ദൈവം ആരെയും വെറുതെ വിളിച്ചിട്ട് ആമേൻ സ്തോത്രം പറഞ്ഞു വിടുന്നവനല്ല. വിളിച്ചാൽ അതിനപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ട് കേട്ടോ. നമ്മളൊക്കെ ചിലരെ വിളിച്ചിട്ട് പൊക്കോളാൻ പറയും, സ്തോത്രം. പക്ഷെ ദൈവം അങ്ങനെയല്ല. വിളിച്ചാൽ അതിനുമേൽ ചിലത് പ്രവർത്തിച്ചിട്ട് ദൈവം മടക്കി അയക്കുകയുള്ളൂ. അതെ, ഇന്ന് ഭൂമിയിൽ ഒരു ഉയർച്ച ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കാര്യമാണ്. അതെ, അതിനപ്പുറത്ത് ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കട്ടെ. എന്തുമാകട്ടെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും യോസേഫാകാൻ പറ്റത്തില്ല. എല്ലാവരും പ്രധാനമന്ത്രിയായ പിന്നെ ഹല്ലേലൂയ ഭരിക്കാൻ ജനം വേണ്ടേ? അതുകൊണ്ട് എല്ലാവർക്കും യോസേഫാകാൻ പറ്റത്തില്ല. ചിലരെ ബില്യൻസിൽ ഒരാളെ യോസേഫായി ദൈവം തിരഞ്ഞെടുത്തു. പക്ഷേ ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവികമായ പദ്ധതിയുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ, കർത്താവേ, എന്നെ എന്താകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ, ലെറ്റ് മീ ബിക്കം ദാറ്റ്. ഒരുപക്ഷെ ഒരു ദിവസമായിരിക്കാം, 10 വർഷമായിരിക്കാം, 100 വർഷമായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ജീവിതത്തിനകത്ത് ദൈവം കണ്ടിരിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങൾ കർത്താവ് ഈ ദിവസങ്ങൾ നിവൃത്തീകരിക്കണം. ഹല്ലേലൂയ. നിരാശപ്പെട്ടു പോകുവാനല്ല, ഈ ദിവസങ്ങൾ നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ദർശനം കിട്ടിയ ഹബക്കൂക്കിന് ആമേൻ അവസ്ഥ മാറി. അദ്ദേഹത്തിന് ചുറ്റുവട്ടങ്ങളിലുള്ള അവസ്ഥ മാറിയില്ല. പക്ഷെ ദർശനം കിട്ടിയപ്പോൾ ഹബക്കൂക്കിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ മാറി, കംപ്ലൈൻറ്റിങ് മാറി, ഒരു ഉറപ്പ് കിട്ടി, ഒരു ധൈര്യം കിട്ടി. ഇനിയിപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാം, എൻ്റെ ജീവിതം വ്യർത്ഥമായി തീരത്തില്ല. അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആമേൻ ദമസ്കസിലും യെരൂശലേമിലും യഹൂദിയ ദേശത്തുള്ളവരോടും അതേ ഒരു സ്വർഗീയ ദർശനം ഒരു പൗലോസിന് ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് ഭൂമിയിലുള്ള ദർശനമല്ലായിരുന്നു, അത് സ്വർഗീയമായൊരു ദർശനമായിരുന്നു. അപ്പോൾ നമുക്ക് ഭൂമിയിൽ മാത്രമല്ല ഒരു സ്വർഗീയ ദർശനം കൂടി കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭൂമിയിൽ ചിലതൊക്കെ അല്ലെങ്കിൽ ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്ത് കിട്ടിയാലും ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ദൈവരാജ്യ വിസ്തൃതിക്കും ദൈവനാമ മഹത്വത്തിനും അനേകരുടെ വിടുതലിനും ആശ്വാസനമാക്കി നമ്മുടെ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല. അവൻ അത് ദൈവം ആക്കി തീർക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ ദൈവം നമുക്കത് നൽകിയിരിക്കും. സ്തോത്രം. അതല്ല ഈ ഭൗതിക നന്മകൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണെങ്കിൽ ദൈവം ഒരു നാൾ അത് തരത്തില്ല. ബിക്കോസ് ഗോഡ് ലവ്സ് യു സോ മച്ച്. ദൈവം നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു. പക്ഷേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ ധനികനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു ദർശനം കിട്ടി. അദ്ദേഹത്തിന് കിട്ടിയ ദർശനം എന്തായിരുന്നു? ദൈവം കൊടുത്തൊരു ദർശനമായിരുന്നു. ഈ ദർശനത്തെ പിൻചൊല്ലിയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം പറയുകയാണ്, ദൈവം എന്താണ് ദർശനം കൊടുത്തത്, ഞാൻ ദർശനം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് കൊടുത്ത ദർശനം അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. അപ്പോൾ അത് യഹൂദന്മാരുടെ ഇടയിലല്ല പൗലോസിനെ അയച്ചത്, ജാതികളുടെ ഇടയിലാണ് പൗലോസിനെ അയച്ചത്. അപ്പോൾ പൗലോസിന് വ്യക്തമായൊരു ബോധ്യവും ഒരു ലക്ഷ്യവും ദൈവം കൊടുത്തിരുന്നു. എനിക്കറിയാവുന്ന പലരും ജീവിതത്തിൽ ദർശനമില്ലാതെ എന്തായി തീരണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ പലപ്പോഴും ചെറിയ പ്രായത്തിൽ അവർക്കൊരു ദർശനമില്ലെങ്കിൽ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഭാവി ജീവിതം പലപ്പോഴും ഇഴലടഞ്ഞതായിത്തീരും. അങ്ങനെ ചിലരെങ്കിലും കർത്താവ് അങ്ങനെ ഇല്ലാത്തവരെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ബോധ്യവും ഒരു ഉറപ്പും കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, ശിമിയോൻ എന്നൊരു മനുഷ്യനൊരു ദർശനമുണ്ടായിരുന്നു. അത് ഭൂമിക്കപ്പുറത്തുള്ള ദർശനമായിരുന്നു. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ദർശനം കൊണ്ടാകാം, ബിസിനസ് പണിയാം. ചിലർക്കാണ് ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്, ഇന്ന കാര്യം ചെയ്യണം, ഇന്നത് ചെയ്യണം, ബിസിനസ് ചെയ്യണം, ജോലി ചെയ്യണം, എന്തെല്ലാം ചെയ്യണമെന്ന് അറിയത്തില്ല. അതിൽ ഒരുപാട് ദർശനങ്ങളാണ്. ആകെ കൺഫ്യൂസ്ഡ് ആകുന്നവരുണ്ട്. അവർ പലപ്പോഴും കുഴികളിൽ ചെന്നപ്പെടും. പൈശാചികമായ മണ്ഡലങ്ങൾ അവരെ പലപ്പോഴും പല രീതിയിലേക്ക് പല വഴികളിലേക്ക് നയിച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് തിരിക്കുവാനിടയാകും.
പക്ഷേ ഈ ദിവസങ്ങളിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ എത്ര ദിവസം നമുക്ക് ദൈവം ഈ ഭൂമി തരുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ തന്നിരിക്കുന്ന സമയത്ത് നല്ലൊരു ഓട്ടമോടുവാൻ ഈ ദിവസങ്ങളിലും എങ്ങോട്ട് പോകണമെന്ന് എന്ത് ചെയ്യണമെന്നും സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവിക ദർശനവും കൃപയും കർത്താവേ എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. എല്ലാവർക്കും ഈ ഒരു ദാവീദോ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ പദവികൾ ചെന്നെത്താൻ കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ദൈവത്തിന് ഓരോരുത്തരുടെ മേലും ദൈവികമായ ഉദ്ദേശമുണ്ട്, ദൈവികമായ പദ്ധതിയുണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ദർശനം ഇസ്രായേലിൻ്റെ വിടുതലായിരുന്നു. ആശ്വാസനായി കാത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയൊരു ദർശനം, ഈ ഭൂമിയെ രക്ഷിക്കാൻ വരുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ നീ കാണാതെ നിന്റെ കണ്ണടയത്തില്ല. വയോധികനായി അദ്ദേഹത്തിന് ഒരുപക്ഷെ വളരെ ഏത് സമയത്തും അദ്ദേഹത്തെ ശവക്കല്ലറ എടുത്തു വെക്കാവുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. കാരണം ദൈവം ആ ദർശനം കൊടുത്തത്. ദൈവമാണ് പറഞ്ഞത്, നീ ക്രിസ്തുവിനെ കാണും, അല്ലാതെ നിന്റെ കണ്ണടയത്തില്ല. പക്ഷേ ഇദ്ദേഹം അത് വിശ്വസിച്ചു. അതുകൊണ്ട് അന്ന് യേശുക്രിസ്തു പിറന്ന് ദേവാലയത്തിൽ വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവാണ് കൊടുത്തത്. ആമേൻ. അപ്പോൾ അങ്ങനെ ഒരു ദർശനം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് നാഥ, ഇനി ഞാൻ തിരികെ പോകട്ടെ, എന്നോട് പറഞ്ഞ ദർശനം നടന്നിരിക്കുന്നു. ആ ശിശുവായി യേശുവിനെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്നും ചില ദർശനങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. ജീവിതത്തിൻ്റെ ദൈവികമായ പദ്ധതിയുണ്ട്. എന്ത് അനർത്ഥം ജീവിതങ്ങളിൽ വന്നാലും, എന്ത് അപജയങ്ങൾ ജീവിതത്തിൽ വന്നാലും, എന്ത് തെറ്റുകൾ വന്നാലും, എന്തെല്ലാം ഒരുപക്ഷെ കാത്തിരിക്കുന്ന വിഷയങ്ങളിലും ഈ ദിവസങ്ങളിലും ഒരു ഉത്തരവും കിട്ടിയില്ലെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് വേണ്ട ദർശനമാണ്. ഹല്ലേലൂയ. മറ്റ് പലതും പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ കർത്താവ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചിലർ റിവൈവലിന് വേണ്ടി കാത്തിരുന്നവരുണ്ട്, ഒരു ഉണർവിന് വേണ്ടി കാലുകളായി കാത്തിരിക്കുന്ന ദർശനമുള്ളവരുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാർ കാത്തിരുന്നു. അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഉണർവ് അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ നടന്നു. പിന്നീട് അസൂസാ സ്ട്രീറ്റിലും ലോകമെമ്പാടും ഉള്ള അനേക രാജ്യങ്ങളിലും ആ ദർശനം ഉണ്ടായിരുന്നവർ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായപ്പോൾ, സമയമായപ്പോൾ ദൈവം ആ ദർശനത്തിൻ്റെ പൂർത്തി ദൈവത്തിൽ നിന്ന് ലഭിച്ച ദർശനമായിരുന്നു. ഇന്ന് പലയിടത്തും റിവൈവൽ ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ പിന്നീട് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ റിവൈവൽ അല്ല. ദൈവം ആഗ്രഹിക്കുന്ന റിവൈവലിന് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഇന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്തോത്രം. മാനസാന്തരം ആദ്യം നടക്കും, അവിടെയാണ് റിവൈവൽ തുടങ്ങുന്നത്. യഥാർത്ഥ റിവൈവൽ കാണുവാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ മാത്രം ആശ വെച്ചിരിക്കുന്നവർ എല്ലാവരെക്കാളും അരിഷ്ടനാണെന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ നമ്മുടെ ദർശനം ഭൂമിയിൽ മാത്രമാണെങ്കിൽ പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകും. നമുക്ക് ഭൂമിക്കപ്പുറത്ത്, ഭൂമിയിൽ നമുക്കൊരു ഈ ദിവസങ്ങളിൽ നമുക്കൊരു ആത്മീയമായ ഒരു ദർശനം വേണം. ഭൂമിയിൽ നമുക്ക് ഭൗതികമായൊരു ദർശനം വേണം. ജോലി മണ്ഡലങ്ങൾ ദർശനം വേണം. ബിസിനസ് ചെയ്യുന്നതിനാണ് അതിന്മേൽ ദർശനം വേണം. കുടുംബജീവിതത്തിൽ മക്കളെ പറ്റിയൊരു ദർശനം വേണം. ഹല്ലേലൂയ. അത് വ്യക്തതയോടെ ദൈവം ആഗ്രഹിക്കുന്ന ദർശനങ്ങളായി തീരുമ്പോൾ ജീവിതത്തിന് അർത്ഥം വരും. അല്ലേ? സ്തോത്രം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഇങ്ങനെയുള്ള തെറ്റായ ബോധ്യങ്ങളും ചിന്തകളും വെച്ച് മുന്നോട്ട് പോകുന്ന പലരെയും പൈശാചിക മണ്ഡലം കുരുക്കിൽ പെടുത്തും. അവർ നിരാശരായി തീരും. പക്ഷേ യോസേഫിന് അറിയാമായ ദൈവമാണ് എന്നോട് സംസാരിച്ചത്. ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുന്ന് എന്നോട് ഇടപെടണം. ഹല്ലേലൂയ. ഐ വാണ്ട് യു ടു സ്പീക്ക് ടു മീ. എനിക്ക് വലിയ സ്ഥാനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും കർത്താവ് പറഞ്ഞു, കർത്താവേ ഞാൻ വരും, ഇതാ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ആമേൻ. പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്ന പോലെ അത് സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ അബ്രഹാമിന് ദർശനം കിട്ടി. ആമേൻ. ഞാനിത് ചെറുതായിട്ടൊന്ന് പറയണമെന്ന് വിചാരിച്ച, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മറിഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലാം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വിശ്വാസത്താൽ അബ്രഹാം
തനിക്ക് അവകാശമായി കിട്ടുമായിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നതെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അദ്ദേഹം പുറപ്പെടുകയാണ്. ദർശനം എന്താണ്? ഹല്ലേലൂയ. ഗെറ്റ് ഔട്ട് അബ്രഹാം, നിന്റെ ചാർച്ചക്കാരെയും ബന്ധുക്കാരെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശം എന്താണെന്ന് അറിയത്തില്ല. ഭൗതികമായ ദർശനമാണ്. ദൈവമാണ് ഇടപെട്ടത്. കൽദയ പട്ടണമായ ഊരിൽ വെച്ച് അബ്രഹാമിനോട് ദൈവം ഇടപെട്ടു. ഇറങ്ങി പുറപ്പെട്ടു. അവിടെ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണ്. യാത്ര തുടങ്ങി. ദൈവം ചേർന്ന് നടന്നു. ആമേൻ. ഒരു സമയമായപ്പോൾ ദർശനത്തിന് മങ്ങൽ വന്നു. ദർശനത്തിന് മങ്ങൽ വന്നപ്പോൾ അവിടെ ഒരു ഇസ്മായിൽ ജനിച്ചു. ഇസ്മായിൽ പിറന്നു വീണു. പക്ഷേ പിന്നീട് വീണ്ടും ദർശനം ദൈവം പുതുക്കി. ഇസ്ഹാക്കിനെ ദൈവം കൊടുത്തു. ഇസ്ഹാക്കിലൂടെ ലോക ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവിക വാഗ്ദത്തത്തിൻ്റെ ദർശനം രാത്രികാലം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ഗാഢനിദ്രയിലാക്കി എബ്രഹാമിന് ദർശനം കൊടുത്തു. 430 വർഷത്തിന് ശേഷം നിന്റെ തലമുറ മടങ്ങി വരും, ബന്ധനത്തിൽ നിന്ന് മടങ്ങി വരും. ദൈവത്തിന് ദർശനം ദൈവം കൊടുത്തു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഹല്ലേലൂയ. ഇതൊരു പട്ടുമെത്തയല്ല. ഹല്ലേലൂയ. ഇത് ഇതിനിടയ്ക്ക് മുള്ളുകളുമുണ്ട്. പക്ഷേ അതിന് മേൽ ക്ഷേമെടുത്ത് നീ മുന്നേറും. ദൈവം ഇതിൽ പുറത്തു കൊണ്ടുവരും. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ തലമുറ ദൈവം പുറത്തു കൊണ്ടുവരും. നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്ത് നിന്റെ സന്തതി 4ാം തലമുറക്കാർ മടങ്ങി വരും. നോക്കുക, ദൈവിക ദർശനം 4ാം തലമുറ വരെ കടന്നു പോകുക മാത്രമല്ല, അതിനപ്പുറത്ത് നിങ്ങളുടെ വരുന്ന തലമുറകൾക്കും അപ്പുറം കടന്നു പോകുന്ന ദൈവിക ദർശനമുള്ള ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ദർശനം നിങ്ങൾ ഒതുങ്ങത്തില്ല. നിങ്ങളെ വരാൻ പോകുന്ന തലമുറകളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. 48 തലമുറകൾക്കപ്പുറത്ത് യേശുക്രിസ്തുവിന്റെ ഒരു ദർശനം മത്തായി സുവിശേഷത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം തുടങ്ങി അങ്ങോട്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുക. അപ്പോൾ പക്ഷേ ഇങ്ങനെ നടക്കുന്ന എബ്രഹാമിന് അല്പം കഴിഞ്ഞപ്പോൾ ഭൗതികമായ ദർശനം മാറി ഇദ്ദേഹത്തിന് ആത്മീയ ദർശനമായി തീർന്നു. ദൈവവുമായിട്ട് നമ്മൾ നിരന്തരമായി ഇടപെടാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ പാലും തേനുമാണ് ചോദിക്കുന്നത്. സൗഖ്യമാണ്, എനിക്ക് പ്രവചനം വേണം, ഞാൻ ഇന്നതാകും, ഞാൻ വലിയ പുള്ളിയാകും. ജഡത്തിൽ ഉള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ പിന്നീട് കർത്താവിനെ അറിയും തോറും സ്തോത്രം ഇതൊക്കെ നിസ്സാരമാകുവാൻ, ഇതൊക്കെ ചപ്പും ചവറുമാകുവാൻ തുടങ്ങും. എബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പറയാം, എബ്രഹാമിനെ സംഭവിച്ച ഹെബ്രായക്കാർക്ക് ലേഖനം 11:9 അവിടെ പറയുന്നു, വിശ്വാസത്താൽ, അതിന് 8 പറയുകയാണ്, വിശ്വാസ എബ്രഹാം വിളിക്കപ്പെട്ടു. പക്ഷേ 9-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്താൽ എബ്രഹാം താൻ വാഗ്ദത്തദേശത്ത് അന്യദേശത്ത് എന്ന പോലെ എന്ന്. വാഗ്ദത്ത ദേശത്ത് ചെല്ലുമ്പോൾ അബ്രഹാം ഇത് എൻ്റെ വാഗ്ദത്തം ഇവിടെയല്ല, ഇത് അന്യദേശമാണ്. സ്തോത്രം. അപ്പോൾ ഭൂമിയിലുള്ള വാഗ്ദത്തത്തിനപ്പുറത്ത് സ്വർഗത്തിൻ്റെ ഒരു ദർശനം അബ്രഹാമിന് ലഭിച്ചു. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഭൂമിയിലൊക്കെ ചിലതൊക്കെ കിട്ടുമെന്ന് ഓർത്ത് ഇന്ന് ചിലർ പ്രത്യാശിച്ചു, പക്ഷെ കിട്ടിയില്ല. നിരാശപ്പെട്ടിരിക്കുകയാണോ? സ്തോത്രം. വാഗ്ദത്തം ഇവിടെയല്ല, ഇതിനപ്പുറത്തുണ്ടെന്ന് എബ്രഹാമിന് മനസ്സിലായപ്പം അബ്രഹാമിൻ്റെ ദർശനം മാറി, എബ്രഹാമിൻ്റെ നിരാശ മാറി. പിന്നെ ഒരിക്കലും എബ്രഹാം ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അവിടെ പറയാം, അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തുമായി എബ്രഹാം കാത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലും ഒരു കാത്തിരിപ്പുണ്ട്. എബ്രഹാം കാത്തിരുന്നത് ഇവിടെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല, അതിനപ്പുറത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നരകമല്ല നഗരമുണ്ടെന്ന് ദൈവത്തിന് ആത്മാവ് വെളിപ്പെടുത്തി. അപ്പോൾ എബ്രഹാമിൻ്റെ ദർശനം മാറി. ഹല്ലേലൂയ. നോക്കുക, നമ്മുടെ നിരാശകൾ മാറട്ടെ. ഇന്ന് നമുക്ക് ഇതിനൊക്കെ അപ്പുറത്ത് ചിലത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദിസ് ഈസ് ഓൺലി എ പാസിംഗ് ടൈം. ഇവിടെ നമ്മൾ അന്യദേശക്കാരാണ്, നമ്മളുടെ പരദേശികളാണ്. നമ്മുടെ പരദേശികളായി പാർക്കുന്ന നാട്ടിൽ അവിടുത്തെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ ദർശനത്തിന് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ അകമയുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരും. അപ്പോൾ നമ്മുടെ ദർശനം ഭൂമി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനപ്പുറത്തൊരു ദർശനം ഈ ദിവസങ്ങൾ പ്രാപിക്കണം. ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം. അതുകൂടി ഒരു ദർശനം നന്നായി തീരണം. ഭൂമിയിൽ ദർശനം ഈ ഭൂമിയിൽ മാത്രമല്ല,
വരാനിരിക്കുന്ന യുഗത്തിന് എൻ്റെ യേശു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ടെന്ന് എബ്രഹാം ഓൾറെഡി കണ്ടു. ദൈവം, ഗോഡ് വാസ് ആർക്കിടെക്ട്, ശില്പിയായി നിർമ്മിച്ച ഒരു സ്ഥലമുണ്ടെന്ന് എബ്രഹാമിന് ഉള്ളിൽ ബോധ്യം കിട്ടി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വീട് പണിയണ്ട, എനിക്ക് കൂടാരത്തിൽ താമസിച്ചാൽ മതി. അപ്പോൾ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ദർശനം ഉള്ളിൽ പ്രാപിക്കണം. ഇന്നും മിസ്രൈം വിട്ട് പോന്നിട്ടും മിസ്രൈമിനെ വിട്ട് കളയാൻ കഴിയാത്ത ഒരുപാട് അധികം വിശ്വാസികൾ അങ്ങനെയുള്ളവരാണ്. പക്ഷെ വിട്ടതിനെ ഓർത്ത് തിരികെ പോകുവാനല്ല, ഈ ദിവസങ്ങൾ വിട്ടുകളയാൻ നമുക്ക് ഈ ദിവസങ്ങൾ വിട്ടുകളയാൻ തയ്യാറാകാം. അപ്പോൾ ദൈവത്തിന് ഈ ഭൂമിയെപ്പറ്റി ഒരു ദർശനമുണ്ടായിരുന്നു, ഈ ഭൂമിയിലുള്ള ലോക ജനതയെപ്പറ്റി ഒരു ദർശനമുണ്ടായിരുന്നു. അതുകൊണ്ട് കാലസമ്പൂർണതയായപ്പോൾ തൻ്റെ പുത്രനെ ദൈവം അയക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ദർശനങ്ങൾ, കർത്താവ്, ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു വലിയ ദർശനമുണ്ട് കേട്ടോ. ദൈവസഭയെപ്പറ്റി ഒരു വലിയ ദർശനമുണ്ട്. അതെ, വരാൻ പോകുന്ന ദർശനം പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ ദൈവം അറിയിച്ചു കൊടുത്തു. ആ ദൈവിക ദർശനം ഈ ദിവസങ്ങളിലും സംഭവിക്കാൻ പോവുകയാണ്. അതിലേക്ക് കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹം. അപ്പോൾ ദർശനം എവിടെയാണ്? ദർശനം കഷ്ടതകൾക്കുള്ളിൽ ദർശനം വരും. ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മൾ ആത്മവിവശനായ ഒരു അപ്പോസ്തലനോട് ദൈവത്തിൻ്റെ ആത്മാവ് വരാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വരാൻ പോകുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി. അത് സംഭവിക്കാൻ പോയി, ചിലതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവികമായ ദർശനം ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല, നമുക്ക് താങ്ങാൻ കഴിയാത്ത ദർശനങ്ങളുണ്ട്. സ്തോത്രം. ഒരു മൂന്നാം സ്വർഗത്തോളം കയറിപ്പോകുന്ന ദർശനം ഒരു ആത്മാവ് എടുത്തുകൊണ്ട് ഒരു വ്യക്തിയെപ്പറ്റി പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകണ്ട. അപ്പോൾ ഈ ദർശനത്തിൽ കണ്ണു തുറന്നിരിക്കുമ്പോൾ ദർശനം കാണുന്നവരുണ്ട്, ഉറങ്ങുമ്പോൾ ദർശനം കാണുന്നവരുണ്ട്. സ്തോത്രം. ആ ദർശനത്തിനപ്പുറത്ത് ദൈവിക വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാവരോടും നമുക്ക് എപ്പോഴും ദർശനം കിട്ടണമെന്നില്ല. നട്ടുച്ചയായപ്പോൾ ഒരു കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ദൂതൻ ഇറങ്ങി വന്നു. അദ്ദേഹം വിചാരിച്ചു ദർശനം കാണും. പക്ഷേ അവിടെ മറ്റൊരു ഭാഗത്ത് കിടക്കുന്ന പത്രോസിന് ദർശനത്തിൽ ദൈവം കാണിച്ചു, തുപ്പട്ടി ഭൂമിയിലേക്ക് ഇറങ്ങുന്ന കാര്യമൊക്കെ നമുക്ക് കാണുന്നു. അപ്പോൾ പലതരത്തിൽ ദർശനങ്ങളോട് ദൈവം ഇടപെടും. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ പ്രാപിക്കേണ്ട, വ്യക്തിപരമായി പ്രാപിക്കേണ്ട ഒരു ദർശനമുണ്ട്. ഹല്ലേലൂയ. അത് എല്ലാ കാര്യത്തിലും ഒരു ദർശനം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. തലമുറയുടെ വിഷയത്തിൻ്റെ മേൽ, നമ്മുടെ സഭയുടെ വിഷയത്തിൻ്റെ മേൽ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേൽ, വ്യക്തിപരമായ ശുശ്രൂഷകളുടെ മേൽ എല്ലാം ദൈവത്തിനൊരു ദർശനമുണ്ട്. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൻ്റെ മേൽ. അപ്പോൾ ദൈവത്തിന് എന്താണ് സഭയെ പറ്റിയുള്ള ദർശനം? ഈ കേൾക്കുന്ന സകലന്മേലും ലോകമെമ്പാടുമുള്ള ദൈവസഭയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ദർശനമുണ്ട് കോമൺ ആയിട്ട്. അത് ദൈവത്തിൻ്റെ ഹിതം ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവസഭയിലുള്ളവരുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, ദൈവസഭയിലുള്ളവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുടുംബത്തിനകത്ത്, സ്വർഗീയ കുടുംബത്തിനകത്ത് നമുക്ക് അംഗത്വം പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വലിയ കുടുംബ മഹിമയും പേരുമൊന്നും ഇല്ലെങ്കിലും പേടിക്കണ്ട, വിഷമിക്കണ്ട. നിങ്ങളെ സ്വർഗീയ കുടുംബത്തിനകത്ത് ദൈവം നിങ്ങൾ അംഗീകരിച്ചിരിക്കുക. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാക്കി ദൈവം നമ്മളെ മാറ്റി. അതിനപ്പുറത്ത് എന്താ നമുക്ക് പറയാൻ? വാട്ട് ഡു യു നീഡ് മോർ ദാൻ ദാറ്റ്? സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലഷറിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സൽപ്രവർത്തികൾക്കായിട്ട് കൈപ്പണിയായി. ദൈവത്തിൻ്റെ കൈപ്പണിയാണ് നിങ്ങൾ. വീണ്ടും ജനിച്ച നിങ്ങൾ, ദൈവസഭ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. ദൈവത്തിൻ്റെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൽപ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അടിച്ചാപ്പൊട്ടാതാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ഞാൻ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഒരു വലിയ കാര്യം പറയാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ദൈവത്തിന് ഉള്ള മറ്റൊരു ദൈവിക ദർശനം ക്രിസ്തു ഛായയിലേക്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും മാറ്റുക എന്നുള്ള. എന്ന് പറഞ്ഞാൽ കുശവന്റെ കയ്യിലെ കളിമണ്ണ് എങ്ങനെയായി തീരണമെന്ന് ആ കുശവന്റെ മനോഭാവനയ്ക്കകത്ത് കിടപ്പുണ്ട്. പക്ഷെ കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്, അകമേ ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് മാറ്റപ്പെടുക, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറുവാൻ. മറ്റൊരു ദൈവികമായ ദർശനം ദൈവത്തെ സേവിക്കുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റുവാൻ, ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി മാറ്റുവാൻ. മറ്റൊരു ദർശനം
ദൈവത്തിനെ നിത്യതയിൽ ദൈവത്തോട് ആയിരിക്കാൻ, അവിടെ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ കോമണായിട്ടുള്ള ദർശനം. ഹല്ലേലൂയ. അപ്പോൾ ഇതിനപ്പുറം നമുക്ക് എന്ത് ദർശനമാണ് വേണ്ടത്? ഇത് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ആമേൻ പലപ്പോഴും നമ്മൾ നിരാശരായി പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്പസമയമായിരിക്കുന്ന കഷ്ടങ്ങൾ വരാനിരിക്കുന്ന മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ ആമേൻ അല്ലെ വരാനിരിക്കുന്ന മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ലെന്ന് നിസ്സാരമെന്ന് ഞാൻ എണ്ണുന്നു അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. കാരണം ദർശനം കിട്ടി, നമ്മൾ ചുമ്മാ പറഞ്ഞു പോവുകയാണ്. പക്ഷേ അതിനപ്പുറത്തൊരു ദർശനം നമ്മുടെ ഉള്ളിൽ വേണം. ഹല്ലേലൂയ. എന്ത് കഷ്ടങ്ങളോ എന്ത് ദുഃഖങ്ങളോ എന്ത് പ്രയാസങ്ങളോ ഉണ്ടെങ്കിലും ഒരു ദർശനം വേണം. വരാനിരിക്കുന്ന മഹത്വം എന്താണെന്നുള്ളതിനെപ്പറ്റി വ്യക്തിപരമായ ദർശനം. ഞാനിത് പറഞ്ഞിട്ട് ഒരുപാട് അറിയാമെങ്കിലും വാക്കുകൾ കൂടി പറഞ്ഞിട്ടും പലപ്പോഴും നിരാശയുടെ കടുകുഴിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ ദർശനം ഈ ദിവസങ്ങളും ദൈവം പുതുക്കുമ്പോൾ പല പ്രശ്നങ്ങളും പല വിഷയങ്ങളും പല ഇല്ലായ്മകളും പല ശൂന്യതകളും ഹല്ലേലൂയ ജീവിതത്തിന് ആമേൻ പലപ്പോഴും ഞാനും ദൈവവും തമ്മിലുള്ള കൂട്ടുബന്ധത്തിൽ അതൊരിക്കലും ഒരു അകൽച്ചയായി തീരത്തില്ല. സ്തോത്രം. കാരണം we know that God has a purpose for your life. ദൈവം വെറുതെ അല്ല, ദൈവം അബദ്ധത്തിൽ സൃഷ്ടിച്ചതല്ല. There is a time. അപ്പോൾ ഈ ദിവസങ്ങളിലും നമുക്ക് ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ ഉള്ളിൽ പ്രാപിച്ച ദർശനം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അവിടെ പറയുന്നില്ല എന്താണ് അദ്ദേഹം കണ്ടെന്നോ ദൈവം എന്ത് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു, അദ്ദേഹത്തിന്റെ ഭയങ്ങൾ മാറി. 3-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു ദൈവദാസൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഫിയർ ബിക്കേം എ ഫെയ്ത്ത്. അദ്ദേഹത്തിന് ഭയം മാറി വിശ്വാസം വന്നു. ഈ ദർശനം പ്രാപിച്ചപ്പോൾ his sadness became a joy. അദ്ദേഹത്തിന് ദുഃഖം മാറി, നിരാശ മാറി, സന്തോഷമായി. അദ്ദേഹം തുള്ളിച്ചാടി, അദ്ദേഹം നൃത്തം ചെയ്തു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു ആമേൻ ഗോശാലകൾ കന്നുകാലികളില്ല അല്ലേ? സ്തോത്രം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ, മുന്തിരി പള്ളി ഫലം തരുന്നില്ല. പക്ഷേ ഞാൻ കർത്താവിൽ സന്തോഷിക്കും, ഞാൻ കർത്താവിൽ സന്തോഷിക്കും, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. പുറമെ എന്ത് സംഭവിച്ചാലും നിരാശരായി പോകരുത്. ഹല്ലേലൂയ. ദൈവമാണ് നമ്മളെ വിളിച്ചത്. ആമേൻ. ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അതാണ് ഹബക്കൂക്ക് പ്രാർത്ഥിച്ചത്. ഹബക്കൂക്ക് പ്രാർത്ഥിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സ്പീക്ക് ടു മീ, അങ്ങയുടെ ദർശനം എന്താണ്? വാട്ട് ഈസ് യുവർ പേർപ്പസ്? കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു, നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഇനിയിപ്പോൾ സംഭവിക്കും തോന്നുന്നുമില്ല. ഹല്ലേലൂയ. എന്നാണ് എബ്രഹാം ചിന്തിച്ചത്, മോശ ചിന്തിച്ചത്. പക്ഷേ പ്രാപിച്ച ദർശനം, തന്ന ദർശനം ദൈവമാണ് തന്നത്. ദൈവമാണ് ചില ആഗ്രഹങ്ങൾ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതൊരിക്കലും മാറിപ്പോകത്തില്ല. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ ഞാൻ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് കേൾക്കുന്ന നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല. അതർ സൈഡ് ഓഫ് ദ റിവർ ഈസ് നോട്ട് ഓൾവേസ് ഗ്രീൻ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാന്ന് തോന്നും, പക്ഷെ അതൊന്നും പച്ചയായിരിക്കണമെന്നില്ല. അപ്പോൾ ദർശനം കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് കാണുന്നതൊക്കെ നന്നായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ദൈവമാണോ ഒരു ദർശനം തരുന്നത്? ദൈവമാണോ നമുക്കൊരു ഉദ്ദേശത്തെ നമുക്ക് വിളിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ആമേൻ വെളിപ്പാട് തരുന്നത് ദൈവമാണോ? അതാണെങ്കിൽ ഭയപ്പെടേണ്ട. യോസേഫിന് കൊടുത്ത വെളിപ്പാട് ദൈവമാണ് കൊടുത്തത്. ദാവീദിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ആലയം പണിയണം. സമാഗമം കൂടെ തിരശ്ശീലകളുടെ പിന്നിൽ കിടക്കുന്ന ആലയം കെട്ടിടത്തിനകത്താകണം. സമാഗമ കൂടാരത്തിൽ നിന്ന് അതെ പെട്ടകം മാറിയ കെട്ടിടത്തിനകത്താകണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല, ദാവീദ് ആഗ്രഹിച്ചു എന്നാണ് എനിക്ക് വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ദാവീദിൻ്റെ ആഗ്രഹം ദൈവത്തിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവിക ആഗ്രഹവുമായി ചേരുന്നൊരു ആഗ്രഹമാണ് ദാവീദിനുള്ളത്. സോ ഇറ്റ് ബിക്കേം എ വിഷൻ. ദാവീദിനോട് പറഞ്ഞു, നിന്റെ വിഷൻ ഞാൻ തന്നെ പൂർത്തീകരിക്കും, പക്ഷെ നീ ചെയ്യത്തില്ല, നിന്റെ സന്തതി ചെയ്യും, ശലോമോനോട് ചെയ്യും. കാരണം നിന്റെ കരങ്ങളിൽ രക്തക്കറയുണ്ട്. സ്തോത്രം. ആമേ നീ ചെയ്ത കൊടുംപാപത്തിന് ആമേ സ്തോത്രം. ഒരുപക്ഷെ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ടായി, പക്ഷെ അതിനപ്പുറത്ത് നിന്റെ ദർശനം ഞാൻ പൂർത്തീകരിക്കും. പക്ഷെ നിന്റെ അടുത്ത തലമുറയോടെ ഞാൻ നിന്റെ ദർശനത്തെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റല്ല.
ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ കർത്താവ് ഈ ദിവസം എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിലും നമുക്ക് മറ്റൊന്നും വേണ്ട. ഒരു ഹന്ന പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? ഹന്ന പറഞ്ഞു, എനിക്കൊരു ആൺ സന്തതിയെ തന്നാൽ ഞാൻ അവനെ ദൈവത്തിന് നൈവേദ്യമായി കൊടുക്കും. അല്ലേ? ദർശനമുണ്ടായിരുന്നു ദേശത്തെ പറ്റി. ദേശത്ത് അധികം വചനം ദുർലഭമായിരുന്നു. ദർശനം ഏറെ ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ ആയിരിക്കുന്ന ഹന്ന ദൈവസന്നിധി ഹൃദയം പകരുകയാണ്. അവൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് മല്ലുപിടിക്കുകയാണ്. ദൈവമേ, എനിക്ക് തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും, അല്ല നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രാവിലെ പായിട്ടുമൊക്കെ കയറി ചെന്നോണ്ടിരിക്കുക. തന്നാ താ താ, ഹല്ലേലൂയ, ഇത് താ, അത് താ, കാറ് താ, വീട് താ, ആമേൻ, സ്തോത്രം, ശുശ്രൂഷത, ഹല്ലേലൂയ, അങ്ങനെ ഇങ്ങനെ തരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ദൈവം മടുക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നമ്മുടെ ശബ്ദം ഇഷ്ടമാണ്. പക്ഷേ ഈ സ്ത്രീ ഇരുന്ന് കരയുമ്പോഴും ആരും കണ്ടില്ല. പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ സകലതും കാണുന്നു. നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നു. പക്ഷേ ഒരു ആൺ സന്തതിയെ കൊടുക്കുന്നതിനപ്പുറത്ത്, അവളുടെ നിന്ന മാറ്റുന്നതിനപ്പുറത്ത് അവളുടെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. ദർശനമേറെ ഇല്ലാതിരുന്നപ്പോൾ, ദൈവികമായ ആമേൻ ദേശത്ത് ദൈവത്തിൻ്റെ വചനം ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ, ഒരു ദർശകനില്ലായിരുന്ന കാലഘട്ടത്തിൽ, നീ എനിക്കൊരു സന്തതിയെ തന്നാൽ ഇവനെ ഞാനൊരു ദർശകനാക്കി മാറ്റാൻ പ്രാർത്ഥിക്കും. ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി ഇവനെ ഉപയോഗിക്കാൻ ഞാൻ വിട്ടുതരാൻ തയ്യാറാണ്. God heard that prayer. ദൈവത്തിന് നീതി രാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം അതോടുകൂടി. ഇന്ന് ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നുണ്ടെങ്കിൽ അവിടെ പറയാം, കൊത്തളത്തിൽ കാവൽ നിന്നുകൊണ്ട് അവൻ എന്ത് അരുളി ചെയ്യുമെന്നതിൻ്റെ ആവലാതി സംബന്ധിച്ച് 2:1 സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ഞാൻ ദൃഷ്ടി വയ്ക്കും. ആമേൻ. ഐ വിൽ സ്റ്റാൻഡ് മൈ വാച്ച്. അദ്ദേഹം തീരുമാനമെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദർശനം വേണോ? പ്രാർത്ഥന ഇന്ന് തുടങ്ങണം. ഹല്ലേലൂയ. വ്യക്തിപരമായ പ്രാർത്ഥനകൾ ആമേൻ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും പകലും എവിടെയാകട്ടെ, ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഐ എം ഗോയിങ് ടു സ്റ്റാൻഡ് മൈ വാച്ച്. ഞാൻ കൊത്തളത്തിൽ കാവൽ നിൽക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കാവൽക്കാരനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദേശങ്ങൾക്ക് വേണ്ടി ഇടിമൽ നിൽക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് തന്നെ ഒരു ദർശനമാണ്. ഹല്ലേലൂയ. ഇന്ന് പലർക്കും അതിനുവേണ്ടി താല്പര്യമില്ല. പക്ഷേ കാവൽ നിന്നുകൊണ്ട് ഹബക്കൂക്കിൻ്റെ വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടിയല്ല ഹബക്കൂക്ക് നിൽക്കുന്നത്. ഒരു ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള ദർശനത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഈ ജനം ആമേൻ അപജയത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, കർത്താവേ, ഞാൻ കൊത്തളത്തിൽ കാവൽ നിൽക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിസ്വാർത്ഥമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കയറി ചെല്ലും. ദൈവം ഈ ആവലാതി കേട്ടു. ഹന്നായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പെനീന ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു. പക്ഷേ അതിനപ്പുറത്ത് ദർശനമുള്ളവരായിരുന്നു ഹന്ന. പെനീനയുടെ ദർശനമല്ല ഹന്നായിക്ക്. ആമേൻ. ഹല്ലേലൂയ. എന്തുത്തരം പറയാൻ കാണേണ്ടത് ഞാൻ ദൃഷ്ടി വയ്ക്കും. തീരുമാനമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ വാച്ച് ടു സീ വാട്ട് ഹി വിൽ സേ ടു മീ. ദൈവം എന്നോട് എന്തു സംസാരിക്കും? ആൻഡ് വാട്ട് ഐ വിൽ ആൻസർ. ഞാൻ എന്ത് ദൈവത്തോട് സംസാരിക്കും? വെൻ ഐ ആം കറക്റ്റഡ് എന്ന് പറഞ്ഞാൽ കറക്ഷന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥന ഉറ്റിരുന്നു. അതെ, ഈ ദിവസങ്ങളിലും നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ തക്കവണ്ണം നമുക്ക് തയ്യാറാകാം. അവൻ്റെ ആവലാതി സംബന്ധിച്ച് എന്ത് പറയണം? അപ്പോൾ എന്ത് ആവലാതി ഉണ്ടെങ്കിലും, എന്ത് നിരാശയുണ്ടെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക്, വിശുദ്ധ മന്ദിരത്തിലേക്ക്, സങ്കീർത്തനം 73:17 പറയുന്നു. ക്ലോക്കിൻ്റെ സൂചി വളരെ വേഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ തൊട്ടിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 73:17 പറയുകയാണ്. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം, ഒരുമിച്ച് നമുക്ക് വായിക്കാം. ഒടുവിൽ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 73 നമുക്കറിയാം. സ്തോത്രം. പലർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 73-ാം സങ്കീർത്തനം. അവിടെ സങ്കീർത്തനങ്ങൾ ചുറ്റും നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പക്ഷേ ചുറ്റുമുള്ളവരുടെ അവസ്ഥയൊക്കെ ദുഷ്ടന്മാരുടെ, അവർ നിത്യം സ്വസ്ഥത അനുഭവിക്കുകയാണ്, അവരുടെ സമ്പത്ത് വർദ്ധിക്കുകയാണ്. ഞാനാണെങ്കിൽ ഈ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുകയാണ്, ഞാൻ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയാണ്, എൻ്റെ കൈകൾ കുറ്റമില്ലായ്മ ഞാൻ കഴുകുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ചുറ്റും നോക്കും, അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നുന്നു. അവർക്ക് വേദനയില്ല, അവരുടെ ദേഹം ഇങ്ങനെ തടിച്ചു ഉരുണ്ടിരിക്കുന്നു, അവരുടെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല.
അപ്പം ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവർ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, വായ ആകാശത്തോളം ഉയരുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാം. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കും. എന്തുകൊണ്ട് എനിക്ക് ഈ അവസ്ഥ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം. അവിടെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറി. പുറമേയുള്ള ആരെയും നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നന്നാകാം. സ്തോത്രം. നമ്മളാരും പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഹബക്കൂക്ക് പറയുന്നത്, when I am corrected, ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുകയാണ്. ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. God will never go wrong. അവിടെ പറയുന്നു നിശ്ചയമായി. അപ്പം ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. ഇവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരുടെ അന്തം ഭൂമിക്കകത്ത് ഒതുങ്ങുന്നതാണ്. പക്ഷെ എൻ്റെ അന്തം ഭൂമിക്കകത്ത് ഒതുങ്ങുന്നതല്ല. എൻ്റെ അന്തം സ്വർഗത്തോളം ചെല്ലുന്ന, നിത്യതയോളം ചെല്ലുന്ന ദൈവിക സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തീരുവാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. തിരിച്ചറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ പറയുകയാണ്, അതെ ഞാൻ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്ന നല്ലത്. അപ്പോൾ ഒരു പ്രത്യാശ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ നിരാശ മാറുകയാണ്. അത് പറയാം, ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന നല്ലത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു നടന്ന സംഭവമാണ്. അതിലേക്ക് ഞാൻ വീണ്ടും അതൊരു റെപ്പറ്റീഷനാകാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും റൂസ്വെൽറ്റ് ആഫ്രിക്കയിൽ നായാട്ടിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു സുവിശേഷകനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തിരിച്ച് അമേരിക്കയിൽ ഇദ്ദേഹത്തോടൊപ്പം വരുമ്പോൾ ഇദ്ദേഹത്തിന് ഖദീനാവെടിയും മാലയും ഒക്കെ സ്വീകരിച്ച് വലിയ സല്യൂട്ടുമൊക്കെ ആയിട്ട് വലിയൊരു സൈന്യം തന്നെ ഇദ്ദേഹത്തെ വരവേൽക്കുമ്പോൾ, മാനിനെ അല്ലെങ്കിൽ വേട്ടയാടാൻ പോയെന്ന ആൾക്ക് എത്ര വലിയ സ്വീകരണം കിട്ടുമ്പോൾ, ഏകദേശം വർഷങ്ങളോളം ആഫ്രിക്കയിൽ ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ കയ്യിൽ പോക്കറ്റിൽ ഒന്നുമില്ലാതെ താമസിക്കുന്ന ഒരു സ്ഥലമില്ലാതെ വരുന്ന ഒരു ശുശ്രൂഷകനായിരിക്കുന്ന സുവിശേഷകൻ മടങ്ങി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇത്ര വലിയ സ്വീകരണം കൊടുക്കുന്നു, എന്നെ സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറഞ്ഞു, സ്തോത്രം ദൈവദാസ, നിങ്ങൾ ആ റൂമിനകത്ത് പോയെന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുക. ഇദ്ദേഹം പോയി ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാലം മുടക്കി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. അതെ, യു ഹാവ് നോട്ട് റീച്ച്, നീ ഇതുവരെ നിന്റെ സ്ഥലത്ത് എത്തിയിട്ടില്ല. അവിടെ നിനക്ക് വരാൻ പോകുന്നൊരു സ്വീകരണമുണ്ട്. അവിടെ നിന്റെ ദൂതന്മാർ ഇറങ്ങി നിന്നെ സ്വീകരിക്കും. അവിടെ നിനക്കൊരു പ്രതിഫലമുണ്ട് എന്നൊരു ശബ്ദം അദ്ദേഹം ഹൃദയത്തിനകത്താണ് പുറത്ത്. അത് കിട്ടിയപ്പോൾ അദ്ദേഹം റൂമിനകത്ത് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ വലിയ പ്രകാശമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും നമ്മുടെ ദർശനം എവിടെയായിരിക്കണമെന്ന് നമ്മൾ തന്നെ ആദ്യം തീരുമാനിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളും ഹബക്കൂക്ക് പ്രവാചകൻ 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി നിങ്ങൾ കാത്തിരിക്കണം. അത് വരും, അത് വരും, അത് വരും, അത് വരും. വിശ്വാസം എത്ര പേർ പറയണം? കർത്താവിൻ്റെ ദർശനം വരും. അത് നിശ്ചയമാണ്. കാരണം ദർശനം ബന്ധപ്പെടുകയാണ്. ദർശനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ. കാരണം ദൈവമല്ല ദർശനം തന്നത്, ദൈവമാണ് ജീവിതത്തിൻ്റെ മേൽ ദൈവിക പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. അതെന്താണെന്ന് ഓരോ മണ്ഡലത്തിലും ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട്, ശുശ്രൂഷ മണ്ഡലങ്ങളുണ്ട്. പക്ഷേ മറ്റാരും ചെയ്യുന്ന ശുശ്രൂഷയല്ല നമുക്ക് ദൈവം കണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റുള്ള ആൾ, അടുത്ത വീട്ടിലുള്ള ആൾ ബെൻസ് മേടിച്ചത് നമുക്ക് ബെൻസ് മേടിക്കാൻ നിർബന്ധമൊന്നുമില്ല. അവർ ഉന്നതി പ്രാപിച്ചെന്ന് അവരുടെ തലത്തിൽ ഉന്നതിയല്ല. ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റിയുണ്ട്. ആസ്ക് ലോർഡ് വാട്ട് യു വാണ്ട് ഇൻ മൈ ലൈഫ്. ഞാൻ 50 വർഷം ജീവിച്ചാലും 100 വർഷം ജീവിച്ചാലും യേശുക്രിസ്തു 33.5 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. യേശുക്രിസ്തു 30 വർഷത്തോളം അല്ലെങ്കിൽ 28 വർഷത്തോളം ശുശ്രൂഷിച്ചൊന്നുമില്ല. വെറും 3.5 വർഷം. നമ്മളെപ്പോഴും ഇടയ്ക്ക് പറയാറുള്ളത് പോലെ 3.5 വർഷമാണ് യേശു ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് ഒരു സമയമുണ്ട്. അതിൻ്റെ കാരണങ്ങളുണ്ട്. 30 വയസ്സ് എന്തുകൊണ്ട് യേശു ശുശ്രൂഷ 30-ൽ ആരംഭിച്ചു എന്നതിനെ പറ്റി കാരണങ്ങളുണ്ട്. യേശു ക്രിസ്തുവിന് വ്യക്തമായ ദർശനമുണ്ടായിരുന്നു. ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും പോയിട്ട് ശുശ്രൂഷിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. എന്നെ ദൈവം വിളിച്ച് ഗലീലയെ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം അറിയിപ്പാനാണ്. സ്തോത്രം. ദാറ്റ് ഈസ് ഓൾ വാട്ട് ഗോഡ് ഹാസ് ഇൻ മൈ ലൈഫ്. ദാറ്റ്സ് ഓൾ ഹി വാണ്ടഡ്. അത് മാത്രം മതി. വാട്ട് ഹാസ് ദൈവം എന്താണ് എന്നിലൂടെ കണ്ടിരിക്കുന്നത്. പക്ഷെ അത് ലോകത്തെ ആകമാനം മാറ്റി.
ലോക ചരിത്രത്തെ മാറ്റി. ഹല്ലേലൂയ. കാലഗതിയെ മാറ്റി. സ്തോത്രം. ദൈവിക ആമേൻ ന്യായവിധികളെ മാറ്റി. സ്തോത്രം. ആമേൻ. അപ്പോൾ വെറും 3.5 വർഷം കൊണ്ട് സമയപരിധിക്കുള്ളിൽ ഒരു സമയമുണ്ട്. ആൻഡ് ദാറ്റ് വാസ് 30 years. മോശയോട് ചോദിച്ചാൽ മോശ പറയും, അദൃശ്യ ദൈവത്തെ കണ്ട പോലെ ഞാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. 40 വർഷത്തോളം തൻ്റെ അമ്മയായ ജോക്കബത്ത് അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുക. അതെ, അദ്ദേഹത്തിന് അമ്മ ചെവിക്കകത്ത് പറഞ്ഞു കൊടുത്ത ഒരു ദർശനം ഉണ്ടായിരുന്നു. മോശെ, ദൈവത്തിന് ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അരുളപ്പാടുണ്ട്, ദിവ്യ സുന്ദരനായ ശിശു ജനിക്കുമ്പോൾ ഇവൻ ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് സ്തോത്രം ദൈവത്തിന് ആത്മാവ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിന്റെ മേൽ നിവൃത്തീകരിക്കപ്പെടുമെന്ന് അമ്മ പറഞ്ഞതാ, ദൈവമാ പറഞ്ഞത് അമ്മയിലൂടെ. പക്ഷേ അത് തിരിച്ചറിഞ്ഞു ദൈവമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ് 40 വർഷം വീണ്ടും മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമ്പോൾ, മരുഭൂപ്രദേശങ്ങളിൽ ഒരു വടിയുമായി ആടിനെ, തൻ്റെ ജത്രോ എന്ന അമ്മായിയപ്പനെ ആടിനെ മേയിച്ചുകൊണ്ട് ആമേൻ കേവലം ഒന്നുമല്ലാത്ത സീറോ ആയി ആമേൻ ഹീറോ ആയിരുന്നവൻ സീറോ ആയി മാറുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഒരു ദർശനം കണ്ടു, അദൃശ്യ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. കണ്ടതെന്ന പോലെ ഉറച്ചു നിന്നു. കാരണം ദർശനം ഉണ്ടായിരുന്ന അകത്ത് അറിയാമായിരുന്നു ദൈവമാണ് ദർശനം കൊടുത്തെന്ന്. ആരെയും നോക്കണ്ട കേട്ടോ, ദൈവത്തെ നോക്കി ഓടാൻ തയ്യാറാകും. യേശുക്രിസ്തുവിനെ നോക്കി ഓടാൻ തയ്യാറാകുക. പറയുന്ന ഞാനും പലപ്പോഴും തളർന്നു പോകണം. മനുഷ്യമുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകും. പക്ഷേ ദൈവമാണോ വിളിച്ചത്? ദൈവമാണോ പദ്ധതി കണ്ടിരിക്കുന്നത്? ഇറ്റ് ഈസ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ മേൽ നിവൃത്തീകരിക്കപ്പെടും. ഇന്ന് എത്ര പേർ ആമേ ഏൽപ്പിച്ചിട്ടെന്ന് പറയും, കർത്താവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഐ വാണ്ട് യുവർ ഡിവൈൻ മാസ്റ്റർ പ്ലാൻ അപ്പോൺ മൈ ലൈഫ്. അതിന് കാലങ്ങൾ ആമേൻ സ്തോത്രം വെറും ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് മരുഭൂമി അതേ ഉദ്യാനമാക്കും. ഉദ്യാനത്തെ വനമാക്കി മാറ്റാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ചിലരുടെ മേൽ പകരപ്പെട്ടാൽ, ഹല്ലേലൂയ സ്തോത്രം, മുറിക്കുള്ളിൽ ഒതുങ്ങി ഒളിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നെങ്കിൽ, പരിശുദ്ധാത്മാ ശക്തിയോടെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ദർശനത്തിന് അവധിയുണ്ട്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് വന്നപ്പോൾ എന്ന് വരുമെന്ന് പറഞ്ഞില്ല, പക്ഷെ പെന്തക്കോസ്ത് വന്നു. അതാണ് സമയം. ഹല്ലേലൂയ. സമയം എപ്പോഴാണ് നമുക്കറിയത്തില്ല, പക്ഷെ കാത്തിരിക്കാൻ തയ്യാറാണ്. കാരണം ദർശനം വരാൻ പോവാ. ദർശനം വരുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ദർശനം വന്നിട്ട് പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ യോസേഫെ കാത്തിരിക്കാൻ തയ്യാറാകുക. യോസേഫിന് അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്, എന്ത് സംഭവിക്കും, എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ യോസേഫ് വിശ്വസ്തനായി, താഴ്മയുള്ളവനായി, ഹല്ലേലൂയ, മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുമ്പോഴും, മറ്റുള്ളവർ ഉയർച്ച പ്രാപിക്കുമ്പോഴും, മറ്റുള്ളവരും എന്നെക്കാൾ ഉന്നതമായ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും എൻ്റെ മേലുള്ള ദർശനം എവിടെയെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസ ദൈവസന്നിധിയിൽ താണിരിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ എന്ന് പറയുന്നു. എൻ്റെ നീതിമാൻ, അതിന് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. അതെ, മോശ മിസ്രൈം വിട്ടുപോതു. അതെ, യേശുക്രിസ്തു വെറും 3.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു സീസണുണ്ട്. 40 വർഷം ഒരു സീസണായിരുന്നു ആദ്യത്തെ 40 വർഷം. എന്നാൽ കഴിഞ്ഞുള്ള അടുത്ത 40 വർഷത്തെ സീസൺ വ്യത്യാസമുണ്ടായിരുന്നു. പിന്നീട് 40 വർഷം, 120 വർഷം, ദ തേർഡ് സീസൺ ചേഞ്ച് എവരിതിങ്. ഒരു സീസണിന്റെ ചേഞ്ച് ജീവിതങ്ങളുടെ മേൽ ദൈവം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാത്തിരിക്കാൻ തയ്യാറാണോ? ആരുമില്ലേ കൂടെ? ദൈവം നിന്റെ കൂടെ, നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഹോരേബിൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുകയാണ്. അധികാരത്തോടെ മോശയെ ദൈവം അയച്ചു. സ്തോത്രം. എബ്രഹാമിലൂടെ കണ്ട ദർശനം മോശയിലൂടെ ദൈവം ചെയ്തെടുത്തു. 430 വർഷത്തിനപ്പുറത്ത് നിന്റെ സന്തതി പരമ്പര ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞ ദൈവിക വാഗ്ദത്തം ഒരു വടിയുമായി പോകുന്ന മോശയ്ക്ക് മുമ്പിൽ കീഴടങ്ങത്തില്ലെന്ന് എല്ലാവരും പറയുമ്പോഴും ദർശനമുള്ളവൻ പറയും, ഈ വടിക്ക് മുമ്പിൽ ചെങ്കടൽ മാറും. ഈ വിശ്വാസത്തിന് മുമ്പിൽ മടങ്ങാത്ത ഒരു മുട്ടുമില്ല. ഹല്ലേലൂയ. യേശു എന്ന നാമത്തെ ഉയർത്താൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും ഈ ദിവസങ്ങൾ അത്ഭുതകരമായി നമ്മളെ നടത്താൻ കഴിയുന്ന ദൈവമുണ്ട്. ഏലിയാവേ, അങ്ങയോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, എന്നെ ആർക്കും അറിയില്ലായിരുന്നു, പക്ഷെ പെട്ടെന്നാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഒരു സീസൺ ചേഞ്ച് ചെയ്തു. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവത്തിന് ആത്മാവ് ഇടപെടുകയാണ്. ഒരു ആഹാബിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഏലിയാവിന് അറിയത്തില്ലായിരിക്കാം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്ന് പറയുവാൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു സമയം നിങ്ങൾക്ക് വെളിപ്പെടും. ഒരു സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കുടുംബത്തിനകത്ത് വെളിപ്പെടും. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ തലമുറയുടെ മേൽ വെളിപ്പെടും, എൻ്റെ ജോലിയുടെ മേൽ വെളിപ്പെടും, എൻ്റെ ശുശ്രൂഷയുടെ മേൽ വെളിപ്പെടും, എൻ്റെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടും. പക്ഷേ ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ. അതുമാത്രമല്ല, ഈ സമയം ഒരു പ്രത്യേക സമയമാണ്. 3.5 വർഷത്തോളം കർത്താവ് കണ്ടിരിക്കുന്ന ആ സമയം വളരെ കറക്റ്റായിരുന്നു. ഈ 3.5 വർഷത്തോളം ഫിനിഷ് ചെയ്ത് കർത്താവ് പോയി. മോശ 40 വർഷം കഴിഞ്ഞപ്പോൾ പോയി. അടുത്ത തലമുറയ്ക്ക് ബാറ്റൻ കൈമാറി. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവം നിങ്ങളോട് ഒരു സമയം കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അത് ഫിനിഷ് ചെയ്യും. പിന്നെ നിങ്ങളവിടെ നിൽക്കേണ്ട ആവശ്യം, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ തീർത്തിട്ട് പോവുക. ദാറ്റ്സ് ഓൾ. അതെ, കർത്താവ് അത് ചെയ്തിട്ട് ഭൂമിയിൽ നിന്ന് പോയി. പിന്നെ ബാറ്റൻ ആർക്കാ കൊടുത്തത്? അപ്പോസ്തലന്മാരുടെ കരങ്ങളിൽ കൊടുത്തു. അപ്പോസ്തലന്മാർ അടുത്ത തലമുറയ്ക്ക് കൊടുത്തു. അടുത്ത തലമുറ കൈമാറി. ഇന്ന് നമ്മുടെ കരങ്ങളിൽ അത് കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, ഈ ദിവസങ്ങളിലും നമ്മുടെ ദർശനം മങ്ങിപ്പോകരുത്. പാരീസിലെ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ നല്ല ഓട്ടത്തിൽ നല്ല ഒന്നാമനായ പോലീസുകാരനെ പറ്റി നമ്മൾ കേട്ട സമയത്തിൻ്റെ പരിമിതികൾ നമുക്ക് അടുത്ത് വരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല ഓട്ടക്കാരൻ. അദ്ദേഹത്തെ ജീവിതകാലത്ത് ആരും തോൽപ്പിച്ചിട്ടില്ല. എല്ലാ ഓട്ടപ്പന്തയത്തിലും അദ്ദേഹത്തെ ഫസ്റ്റ് കിട്ടുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം കണ്ടപ്പോൾ ഒരു കള്ളൻ പിടികിട്ടാപ്പുള്ളിയെ കണ്ടു. ഇദ്ദേഹം ചാടി ഇദ്ദേഹത്തിൻ്റെ പുറകെ ഓടി. കള്ളൻ ഓടാൻ തുടങ്ങി. പോലീസുകാരൻ പുറകെ ഓടി. പോലീസുകാരൻ ഇദ്ദേഹത്തെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പോലീസുകാരൻ വിചാരിച്ചു, എന്നെക്കാളും വലിയ ഓട്ടക്കാരൻ ഈ ഭൂമിയിലില്ല, ഇതുവരെ എന്നെ ആരും തോൽപ്പിച്ചില്ല, ഇദ്ദേഹം തോൽപ്പിക്കുമോ? അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങ് വാശി കൂടി. അദ്ദേഹം ഇത് ഓടി കള്ളൻ്റെ മുമ്പിൽ കയറി അങ്ങ് ഓടി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദർശനം മറന്നുപോയി. മനസ്സിലാകുന്നുള്ള ഞാൻ നമ്മളെ എന്തിനാ കർത്താവ് വിളിച്ചത്? ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല. ആരെയും തോൽപ്പിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവിക ഉദ്ദേശങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയാണ്. ഓടേണ്ട വണ്ണം ഓടുവാൻ നമുക്ക് തയ്യാറാകാം. ഞാൻ മുഷ്ടി ചുരുട്ടി ആകാശത്തിൽ ഇടിക്കുകയല്ല. സ്തോത്രം. ഐ ഹാവ് എ പേർപ്പസ്. ഞാൻ സംസാരിക്കുന്നൊരു പർപ്പസോടെയാണ്. എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നൊരു പർപ്പസോടെയാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നൊരു പർപ്പസോടെയാണ്. ഒരു റെവലേഷൻ നോളജ് കർത്താവ് നമുക്ക് നൽകി. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കും. ഈ ദിവസങ്ങളും ആ വെളിപ്പാട് നമുക്ക് ഉള്ളിൽ കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾക്ക് ഞാൻ ചുരുക്കുന്നു. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. പല സഭകളിലും നടക്കുന്നതാ. ശരിയായ വെളിപ്പാട് ഉള്ളിൽ പ്രാപിക്കാതെ ഈ ദിവസങ്ങളും പല സഭകളും അല്ലെങ്കിൽ ദൈവ രാജ്യത്തിനകത്ത് പലരും പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പോകുന്നതിന് കാരണം യഥാർത്ഥത്തിലുള്ള വെളിപ്പാട് ഉള്ളിൽ പ്രാപിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ കണ്ണുകളെ ദൈവത്തിന് ആത്മാവ് പ്രകാശിപ്പിക്കട്ടെ. ദൈവപ്രമേയ ക്രിസ്തുവിനെ പറ്റിയുള്ള തേജസ്, സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ അനേകരുടെ കണ്ണുകൾ കുരുടായിരിക്കുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെ പ്രകാശനം നമുക്ക് ദൈവം തന്നു. നമ്മുടെ കുരുട്ട് കണ്ണുകളെ ദൈവം തന്നു. ഒരു പുതിയ പ്രകാശം നമ്മുടെ ഉള്ളിൽ തന്നു. ഒരു പുതിയ ദൈവിക ദർശനം നിത്യതയെപ്പറ്റി കർത്താവ് നമുക്ക് തന്നു. വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിന്, അതേ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിനെ ആത്മാവിനെ തരേണ്ടതിനും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചത് വിളിയുടെ ആശയം എന്തെന്നും വിശുദ്ധന്മാരുടെ മഹിമാധനം എന്തെന്നും ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നും തിരിച്ചറിയുവാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പൗലോസ് അപ്പോസ്തലനെ പറ്റി എഫീഷ്യർ 1:7 നമ്മൾ കാണുന്നുണ്ട്. ഈ ദിവസങ്ങൾ നമുക്ക് വിശ്വാസം മുന്നോട്ട് പോകാം. അവിടെ പറയുകയാണ്, ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമേ, അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമേ അവിടുത്തെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ വർഷത്തിൻ്റെ അവസാനം തീരുന്നതിന് മുമ്പ് ദൈവം ഏതെങ്കിലും പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുവാൻ തക്ക ഇടയാകട്ടെ. നമുക്ക് ദർശനമുള്ളവരുടെ കൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗെദർ, ഒരേ ദർശനത്തിലുള്ളവർക്ക് മാത്രമേ ഒരുമിച്ച് പോകാൻ കഴിയൂ. നമുക്കെല്ലാവരും താല്പര്യമുള്ളവരുണ്ടായിരിക്കും, സ്നേഹിക്കുന്നുണ്ടാകും. പക്ഷേ ദൈവിക ദർശനം ഇല്ലാത്തവരുമായിട്ട് ഒരിക്കലും, അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിലായിരിക്കാം, എവിടെയുമായിരിക്കാം, പക്ഷേ ഈ ദിവസങ്ങളിലും അങ്ങനെയുള്ള ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുമിച്ച് ചേർക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മളെ കർത്താവ് ആ ദർശനമാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ കണ്ടൊരു ദർശനമുണ്ട്. ആ കർത്താവ് നമ്മളെയാണ് ക്രൂശിൽ കണ്ടത്. അതെ, അതിനവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ പറയുക, അത്തിവൃക്ഷം തളിക്കുകയില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാകുകയില്ല, ഒരു മരത്തിൽ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ രക്ഷയുടെ ദൈവത്തെ ഞാൻ ഘോഷിച്ചു. കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, പക്ഷെ ഉള്ളിൽ ദർശനം പ്രാപിച്ചു. അതിനുശേഷം 3:3 പറയുകയാണ്, ദൈവം തേന്മാലിൽ നിന്നും പരിശുദ്ധൻ
പാറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു. യേശു ക്രിസ്തുവിനെ പറ്റി ദർശനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രാപിച്ചു. കർത്താവ് വരാൻ സമയമായി. നമുക്ക് അതിനുശേഷം 19 അദ്ദേഹം പറയുകയാണ്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവം ഉയർത്തും, ദൈവ ദിവസങ്ങളിലും ആമേ സ്തോത്രം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ കഴുകനെ പോലെ ചിറകടിച്ച് പറയാന്നൊക്കെ ദൈവടയാകും. ആമേൻ. ആ ഒരു ദൈവിക ദർശനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളെ കർത്താവ് കണ്ടിരിക്കുന്നത്, കർത്താവിൻ്റെ കണ്ടത് ഒരു വലിയ കൊയ്ത്തായിരുന്നു. ആ സമറിയ ഗ്രാമത്തിന് യേശു പോകുമ്പോൾ യേശു ആമേൻ ഗൊൽഗോഥയിൽ കണ്ടത് നമ്മളെ ഓരോരുത്തരെയുമാണ്. ആമേൻ. കർത്താവ് നമ്മളെ ഒരിക്കലും ക്രൂശിൽ പരാജയമല്ല നമ്മൾ പലരും കാണുന്ന പോലെ, പക്ഷേ കർത്താവ് ജയോത്സവം കൊണ്ടാടുകയാണ്. കാരണം ആ ദൈവിക ദർശനം കർത്താവിനുണ്ടായിരുന്നു. ക്രൂശിനപ്പുറത്തെ സന്തോഷത്തെ കർത്താവായ യേശു ക്രിസ്തു കണ്ടു. നമ്മളെല്ലാവരെയും ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും രക്ഷയാണ് കർത്താവ് ക്രൂശിൽ കണ്ടത്. ആ കർത്താവിൻ്റെ ദർശനത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ആ അഗ്നിജ്വാലയ്ക്കകത്ത് ഉള്ള കണ്ണുള്ളവൻ നമ്മുടെ ഉൾക്കണ്ണുകൾ ഈ ദിവസങ്ങൾ പ്രകാശിപ്പിക്കട്ടെ. ആമേൻ. നമ്മുടെ ദൈവിക ദർശനങ്ങളെ പുതുക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ഓരോ ആമേൻ ദൈവിക പദ്ധതികൾ ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഉള്ളങ്ങളിൽ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മുൻപ് ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് സഹായിക്കും. താങ്ക് യു പാസ്റ്റർ ഫോർ ദ ബ്ലെസ്ഡ് മെസ്സേജ്. ഇന്ന് എത്ര പേർക്ക് ഇന്നത്തെ വചനം അനുഗ്രഹമായി? നമ്മൾ ഹബക്കൂക്കിൽ നിന്നാണ് കേട്ടത്. ഹബക്കൂക്കിന്റെ 2:3 നിന്നാണ് കേട്ടത്. ആമേൻ. സ്തോത്രം. അതെ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ജീവിതത്തിന്മേൽ എന്തുകൊണ്ട് ദൈവം അനീതി അനുവദിക്കുന്നു, തിന്മ അനുവദിക്കുന്നു. പക്ഷേ ഏത് തിക്ത അനുഭവത്തിൽ കൂടി കടന്നു പോയിരുന്നാലും സ്വർഗത്തിലെ ദൈവം എന്താ ഇന്ന് നമ്മളോട് സംസാരിച്ചത്? എത്ര ഭയാനകമാകുന്ന അനുഭവത്തിൽ കൂടി കടന്നു പോയിരുന്നാലും നിങ്ങൾ പുറത്തു വരുന്നത് ഒരു സുവാർത്തയായിട്ടാണ്, ഒരു ദൂതുവായിട്ടാണ്. നിങ്ങൾ അനവധി പേർക്ക് ഒരു അനുഗ്രഹമാകുവാൻ പോകുന്നു, അനവധി പേർക്ക് ഒരു വിടുതലാകുവാൻ പോകുന്നു. അതുകൊണ്ട് അത്രേ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഒരു പക്ഷേ തിന്മ സംഭവിച്ചത്, അനീതി സംഭവിച്ചത്, അനീതി ചെയ്യുന്നത് കണ്ട്, പിശാചി ചെയ്യുന്ന അനീതി കണ്ട് നോക്കിയിരിക്കുന്ന ഒരു ദൈവമല്ല. ആമേൻ. സ്തോത്രം. ചില സമയത്തേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്തിനെന്നോ, ഒരു പൂർണ്ണ ജയാളിയായി സ്വർഗത്തിലെ ദൈവം പുറത്തു കൊണ്ടുവരുവാനാണ്. നമ്മള് ഹബക്കൂക്കിൽ നിന്ന് കേട്ടത്, ആമേൻ. സ്തോത്രം. ഹബക്കൂക്ക് പ്രവാചകൻ ആ ദർശിച്ച ദർശനമത്രേ. എന്തുകൊണ്ടാ? ആമേൻ. സ്തോത്രം. യോശിയാവ് ആ ആത്മീയ നവോത്ഥാനം ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ വന്ന് വഷളത്വം പ്രവർത്തിച്ചു. ആമേൻ. സ്തോത്രം. അതുകൊണ്ടുള്ള തിക്താനുഭവങ്ങളിൽ നിന്ന് ദർശിച്ച ദർശനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാ 1 ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. 2 ചാപ്റ്ററിലേക്ക് പോയപ്പോൾ സ്ഥിതി മാറി. യഹോവ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് പല മേഖലകളോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ഇന്ന് പല മേഖലകളിന്മേലും സ്വർഗം സമാപ്തിയെ കൽപ്പിച്ചാക്കുക. ആമേൻ. സ്തോത്രം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വൈകിയാലും നിറവേറും. വിശ്വാസത്തോടെ ഒന്ന് കൽപ്പിച്ചാട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം എന്തു തന്നെയായിരുന്നാലും സ്വർഗം ഇന്ന് പകലിൽ ആ മണ്ഡലത്തിന്മേൽ സമാപ്തി കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ദൈവം അറിയാതെയല്ല ഇന്ന് നിങ്ങൾ ആ ശോധനയിൽ കൂടി കടന്നുപോയത്, ആ തിക്ത അനുഭവത്തിൽ കൂടി കടന്നുപോയത്. ആമേൻ. സ്തോത്രം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ആത്മാവ് അങ്ങയുടെ ബ്രിത്തിനിൽ കൂടി ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി ഇടപെട്ടതിനായിട്ട് നന്ദി. ഇന്ന് കർത്താവെ, അങ്ങയുടെ ബ്രിത്തിനെ കേട്ടുകൊണ്ടിരുന്നവരോട് സ്വർഗം ഇടപെട്ടതിനായിട്ട് നന്ദി. അവരുടെ സ്ഥിതികൾക്ക് സ്വർഗം കർത്താവ് വ്യത്യാസം വരുത്തുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഒരു യോസെഫിന് ഒരു ദർശനമുണ്ടായിരുന്നു. കർത്താവെ, ഹന്നായിക്ക് ഒരു ദർശനമുണ്ടായിരുന്നു. കർത്താവെ, ആമേൻ. സ്തോത്രം. മോശയ്ക്ക് ദൈവം ഒരു ദർശനം കൊടുത്തിരുന്നു. കർത്താവ്, ഇവരെല്ലാവരും തിക്ത അനുഭവത്തിൽ കൂടി കടന്നുപോയവരാ. കർത്താവെ, കരച്ചിലോടുകൂടി കടന്നുപോയവരാ. കർത്താവെ, അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ, അവർക്ക് ആ ദർശനത്തിൽ എത്തിച്ചേരുവോളം പല വിഷയങ്ങൾ അവര് നേരിട്ടിരുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം അവരെ കൊണ്ടെത്തിക്കേണ്ടടുത്ത് കൊണ്ടെത്തിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ അടിയങ്ങളെ കേട്ടുകൊണ്ടിരുന്നവർ ആരെങ്കിലും ഏതെങ്കിലും ദർശനം പ്രാപിച്ച ദൈവമക്കളാകട്ടെ.
കർത്താവെ, അവർ തിക്താനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവെ, ഇന്ന് അവരുടെ വിഷയത്തിൽ മേൽ ചില വിടുതലുകളെ കൽപ്പിച്ചാക്കി പൊടുന്നനെ കർത്താവരെ പുറത്തു കൊണ്ടുവന്ന് ഉപയോഗിക്കുവാൻ പോകുന്നതിന് നന്ദി. അത്ഭുത സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കട്ടെ. അത്ഭുത വിടുതലിന്റെ വാർത്തകൾ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കട്ടെ. സ്വർഗം തുറന്ന് പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. സകല മാനവമഹത്വം കർത്താവിനേക്കാൾ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് ദിവ്യ തേജസ്. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് നിത്യ തേജസ്. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല, ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. ഓ എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമി മൂടിയിടുന്നു, കൂരിരുട്ടു ജാതിയെ മൂടിയിടുന്നു. നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. അന്ധകാരം ഭൂമി മൂടിയിടുന്നു, കൂരിരുട്ടു ജാതിയെ മൂടിയിടുന്നു. നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നില വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്കു വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നില വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്കു വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. ജാതികൾ നിന്നിൽ ആനന്ദിക്കും, രാജാക്കന്മാർ നിൻ മുഖശോഭ കാണും. വംശങ്ങൾ നിന്നെ അറിഞ്ഞിടും, ദേശമെല്ലാം നിന്റെ നന്മ കാണും. കഷ്ടകാലം മാറി നീ ആർത്തുപാടും, നിന്ദിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടിയെത്തും. ദുഃഖകാലം മാറി നീ ആനന്ദിക്കും, കഷ്ടകാലം മാറി നീ ആർത്തുപാടും, നിന്ദിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടിയെത്തും. എഴുന്നേറ്റു എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം, ഓ ദിവ്യ തേജസ്, ഓ എഴുന്നേറ്റു. ആമേൻ, ആമേൻ. എഴുന്നേറ്റു ദിവ്യപ്രകാശം, ഓ ദിവ്യ തേജസ്, ഓ ദിവ്യപ്രകാശം. ആമേൻ. ദിവ്യ തേജസ് ഇരിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. അതേ, കർത്താവിൻ്റെ തേജസ് ഈ ദിവസങ്ങൾ വെളിപ്പെടും. നിത്യ തേജസ്സിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്പകാലത്തേക്കുള്ള കഷ്ടങ്ങൾ വരാനിരിക്കുന്ന മഹത്വവുമായി തുലനം ചെയ്യുമ്പോൾ അത് നിസ്സാരമെന്ന് ഞാൻ എണ്ണുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നമുക്ക് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. മറ്റെല്ലാ മുഖങ്ങളിലേക്ക് നോക്കിയാലും പലപ്പോഴും നമുക്ക് പ്രത്യാശ കിട്ടുകയില്ല. പക്ഷേ ക്രൂശിനപ്പുറത്തുള്ള സന്തോഷം യേശു നോക്കി. കർത്താവ് നമ്മളെ ക്രൂശിൽ കണ്ടു. നമ്മൾ ദർശനം എന്താണ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ആ ദർശനം അനുസരിച്ചാണ് ദൈവം നമ്മളെ എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. കഴുകന്മാരെ പോലെ നിങ്ങൾ ചിറകടിച്ചുയരും എന്ന് പറഞ്ഞാൽ കഴുകൻ്റെ ലക്ഷ്യം എപ്പോഴും ഉയരങ്ങളാണ്. കാക്കയുടെ ലക്ഷ്യം എപ്പോഴും താഴെയാണെങ്കിൽ, ഭൂമിയിലാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം എപ്പോഴും നമ്മുടെ ദർശനം എവിടെയാണ്, അങ്ങോട്ടാണ് കർത്താവ് നമ്മളെ എത്തിക്കുന്നത്. അതിനാണെങ്കിൽ നമുക്ക് ദർശനങ്ങളെ ഈ ദിവസങ്ങൾ പുതുക്കാം. പുറമേ ഒന്നും മാറിയില്ലെങ്കിൽ അകത്തെ ദർശനം മാറിയാൽ
അവസ്ഥകളെ കഥാവ് മാറ്റുവാനിടയാകും. ആമേൻ. ദർശനം പ്രാപിച്ചവരായി ഈ ദിവസങ്ങൾ നമുക്ക് മാറാം. ഹാല് ദർശകൻ ഈ ദേശത്തുണ്ടോ എന്ന് ശൗല് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഒരു ദർശകനുണ്ട്, ശമൂവേൽ. അവൻ ആമേൻ വ്യക്തമായി ദൈവത്തിൻ്റെ ഹൃദയത്തിന് എന്താണെന്ന് അറിയുന്നു. അങ്ങനെയുള്ള ചിലരെ കഥാവിന് ആവശ്യമുണ്ട്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിശ്വാസ നായകനും പൂർത്തിവരുമായ യേശുവിനെ നോക്കാം. ആമേൻ. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി കൂശ് സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത ഭാഗത്ത് കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുകയും ചെയ്തു. കാരണം കൂശിനപ്പുറത്ത് ദർശനം കർത്താവ് കണ്ടു. നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഈ സമയം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അഖാരം വെച്ച് ആശീർവദിച്ച് ഇന്ന് കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പിരിയുന്നെങ്കിലും പിരിയാത്ത സാന്നിധ്യം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും സഹവാസവും സാന്നിധ്യവും ഇവിടെ എല്ലാവരും കൂടെ കഥാവിന് വരുവരേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആർക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.